ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണേ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ശ്രീഗോവിന്ദായ നമോ നമഃ. മഹാഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആചാര്യന്മാർക്കും ഗുരുജനങ്ങൾക്കും വിശിഷ്യ സദ്ഗുരു ഭൂതാനന്ദ തീർത്ഥ മഹാരാജ് അവർക്ക് മനസ്സാ പ്രണമിക്കുന്നു. തത്വസമീക്ഷാ സത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി യത്നിക്കുന്ന എല്ലാ ഭാഗവതോത്തമന്മാർക്കും എൻ്റെ നമസ്കാരം ഇതാ അറിയിച്ചുകൊള്ളുന്നു. അണ്ഡചരാചരത്തിനകത്തും പുറത്തുമെല്ലാം വ്യാപിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് സദാ ബോധിപ്പിച്ചു തരുന്ന പുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാന് അനന്തകോടി നമസ്കാരങ്ങൾ. സർവസാരമായി നിലകൊള്ളുന്ന ആ പരബ്രഹ്മസ്വരൂപത്തിന് അനേകം കോടി നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഉരൽബദ്ധനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ബന്ധനാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ബന്ധനങ്ങളില്ലാത്ത ലോകത്തേക്ക് 2 ബന്ധനസ്ഥരെ എങ്ങനെ ആശീർവദിച്ച് അയച്ചു എന്നുള്ള ഒരു ഉജ്ജ്വല ലീല, അദ്ഭുത ലീലയാണ് ഈ തത്വസമീക്ഷാ സത്രത്തിൽ അവതരിപ്പിക്കാനായിട്ടുള്ളൊരു നിയോഗം എനിക്ക് വന്നിരിക്കുന്നത്. അതിനായിട്ട് യത്നിച്ച എല്ലാ സുമനസ്സുകൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസോ നിർമ്മമന്ധ സ്വയം ദധീ. ഒരു ദിവസം, ഏകദാ ഒരിക്കൽ, നന്ദഗോപഗൃഹത്തിലെ ദാസിമാരെല്ലാവരും തന്നെ പല പല കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു. അതൊരു കാർത്തിക മാസമായിരുന്നു അത്രേ. പൂജാതി കാര്യങ്ങളെല്ലാം ധാരാളം നടക്കുന്ന മാസം. ആ സമയത്ത് ഗൃഹത്തിലെ മറ്റു ദാസിമാരെല്ലാവരും ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് യശോദാമ്മ സ്വയം തൈര് കടയാനൊരുങ്ങി. യശോദാമ്മയുടെ സ്വന്തം മേൽനോട്ടത്തിൽ കുറച്ച് പശുക്കളൊക്കെ അവിടെ പരിപാലിക്കപ്പെടുന്നുണ്ട്. അവയ്ക്കൊക്കെ ഇളം പുല്ലുകൾ തൻ്റെ കൈകൊണ്ട് തന്നെ നൽകി അവയെ തൊട്ട് തലോടി അവർക്ക് വെള്ളവും മറ്റു കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് പുല്ലിൻ്റെ കൂട്ടത്തിൽ നല്ല പാട്ടും പാടി ആ പശുക്കളെ സ്വയം കറന്ന് ആ പാല് വലിയ കലത്തിലാക്കി കാച്ചി ഉറയൊഴിച്ച് തൈരാക്കി അത് കടഞ്ഞ് അതിൽ നിന്ന് എടുക്കുന്ന വെണ്ണ സ്വന്തം കൈകൊണ്ട് ഉണ്ണിക്കണ്ണന് കൊടുക്കുവാൻ ആ അമ്മ ബദ്ധശ്രദ്ധാലുവായിരുന്നു. സ്വയം തന്നെ അതിന് മുതിരുന്നത് എന്താ കാരണം? എൻ്റെ ഉണ്ണിക്കല്ലേ ഞാൻ കൊടുക്കുന്നത്, അത് അത്രയും സ്നേഹവായ്പും കൂടി അതിൽ കലരട്ടെ. ആ അമ്മയുടെ വാത്സല്യ ഭക്തി ആ വെണ്ണ കടഞ്ഞെടുത്ത് കൊച്ചിന് കൊടുക്കുന്നതിൽ നിറഞ്ഞു നിന്നിരുന്നു. എല്ലാം സ്വയം ചെയ്യും. ആ ഉണ്ണിക്കണ്ണന് വേണ്ടുന്ന വെണ്ണ സ്വയം തയ്യാറാക്കി കൊടുത്തിരിക്കും. അന്നൊരു ദിവസം അതിരാവിലെ തന്നെ എഴുന്നേറ്റ്
കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കൈകളിൽ കങ്കണങ്ങളും വളകളൊക്കെ ധരിച്ച് കഴുത്തിൽ അനവധി മാലകളൊക്കെ ധരിച്ച് തലയിൽ മാലതി പുഷ്പങ്ങളുടെ മാല ചൂടിക്കൊണ്ട് യശോദാമ്മ ഭഗവാനെക്കുറിച്ച് താൻ തന്നെ എഴുതിയ അനവധി കീർത്തനങ്ങൾ, പാട്ടുകൾ, ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ ലീലകളെക്കുറിച്ച് അമ്മ തന്നെ സ്വയം രചിച്ച ഗാനങ്ങൾ പാടിക്കൊണ്ടാണ് വലിയൊരു കലവുമായിട്ട് വരുന്നത്. അതാ നോക്കൂ, ആ യശോദാമ്മ തൈര് കടഞ്ഞെടുക്കാനുള്ള ഉദ്യമത്തിലാണ്. തലേ ദിവസം രാത്രി ഉണ്ണി ശരിക്കും ഉറങ്ങിയതേ ഇല്ലാത്രേ. രാവിലെ പുലർകാലം ആയപ്പോഴാണ് ഉണ്ണി ഒന്ന് ഉറക്കം പിടിച്ചത്. ഉണ്ണിയെ ദേഹത്തോട് ചേർത്തി കിടത്തി സ്തന്യപാനം ചെയ്യിച്ച് ഒന്ന് നന്നായി ഉറങ്ങിയെന്ന് കണ്ട ശേഷമാണ് യശോദാമ്മ എഴുന്നേറ്റ് തൻ്റെ ദിനചര്യകളെല്ലാം തുടങ്ങിയിരിക്കുന്നത്. രാത്രി ഉറക്കത്തിൽ പിച്ചും പേയും പറയാത്രേ ഉണ്ണി. എന്താണ് ഉണ്ണിക്ക് ഇങ്ങനെ? നല്ലൊരു നീലാംബരി രാഗത്തിലൊരു ഒരു കീർത്തനം പാടിയിട്ടാണ് താൻ തന്നെ രചിച്ച നല്ലൊരു താരാട്ടുപാട്ട് പാടിയിട്ടാണ് ഉറക്കിയിരിക്കുന്നത്. എന്തോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണി എഴുന്നേറ്റ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ജൽപ്പനങ്ങൾ. ലീലാശുകൻ എന്ന പേരുള്ള വില്വമംഗലം സ്വാമികൾ എഴുതിയിരിക്കുന്ന ഈ ശ്ലോകം നോക്കുക. ശംഭോ സ്വാഗതം ആസിതാമിതമിതോ വാമേന പത്മോദ്ഭവ ക്രൗഞ്ചാരേ കുശലം സുഖം സുരപതേ വിത്തേശനോ ദൃശ്യത്തെ ഇത്തം സ്വപ്നഗതസ്യ കൈടഭജിതഃ ശ്രുത്വാ യശോദാഗിരഃ കിം കിം ബാലകജൽപസി ഇതി അനുചിതം ധൂധൂകൃതം പാതുനഃ. ഉണ്ണി ഉറക്കത്തിൽ വിളിച്ചു പറയാണ്, ശംഭോ, ശങ്കര, സ്വാഗതം സ്വാഗതം. ബ്രഹ്മാവേ, വരൂ, ഇതിലേ അസിതാം ഇതമിതോ വാമേന, ഇടതുഭാഗത്തുകൂടി വന്ന് ആസനസ്ഥനായാലും പത്മോദ്ഭവ. അല്ല, ക്രൗഞ്ചാരേ എന്ന് ആരെയാ വിളിക്കുന്നത്? സുബ്രഹ്മണ്യ സ്വാമിയെ. ക്രൗഞ്ചാരേ, കുശലമല്ലേ? സൗഖ്യമാണല്ലോ. സുഖം സുരപതേ, ദേവേന്ദ്ര, സുഖം തന്നെയല്ലേ? അസുരന്മാരുടെ അടുത്തുനിന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാണ്. വിത്തേശോ നോ ദൃശ്യതേ, വിത്തേശനെ കാണാനില്ലല്ലോ, കുബേരനെ കാണാനില്ലല്ലോ. ഇങ്ങനെ ഓരോന്നും വിളിച്ചു പറയുന്ന ഉണ്ണിക്ക് എന്തോ ഭൂതപ്രേത പിശാചബാധ ഉണ്ടായതാണോ എന്ന് ശങ്കിച്ച് ഉടനെ തന്നെ അമ്മ പോയി കുറച്ച് ഉപ്പും മുളകും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഉഴിഞ്ഞിടുക അത്രേ. ധൂധൂകൃതം പാതുനഃ. അങ്ങനെ അമ്മ ചെയ്യുന്ന ആ പ്രവൃത്തി ലോകരക്ഷയ്ക്കായിട്ട് ഭവിക്കട്ടെ എന്നാണ് വില്വമംഗലം സ്വാമികൾ പറയുന്നത്. അമ്മ പാടി ഉറക്കിയിരിക്കുകയാണ് ഉണ്ണിയെ. കുറച്ചു നേരം സമാധാനമായിട്ട് ഉണ്ണി ഉറങ്ങിക്കോളും. അപ്പോഴേക്കും നമുക്ക് ഈ തൈരൊക്കെ കടഞ്ഞെടുക്കാം. നമ്മളെപ്പോലെ 1/2 ലിറ്റർ മിൽമ പാലൊന്നല്ലല്ലോ ഉറയൊഴിക്കുന്നത്. വലിയ കലത്തിൽ 10-15 ലിറ്റർ പാലാണ് ഉറയൊഴിച്ച് വെച്ചിരിക്കുന്നത്. ഉണ്ണി വാവോ കണ്ണന മുണ്ണി വാവോ എന്ന് പറഞ്ഞാണ് ഉറക്കിയിരിക്കുന്നത്. കുഞ്ഞിക്കൈ രണ്ടിലും വെണ്ണ തരാം, ആന കളിക്കാം, ആർത്തു ചിരിക്കാം, ഉണ്ണി വാവോ എന്ന് പറഞ്ഞ് ഉറക്കിയിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം അവൻ ഉറങ്ങിക്കൊള്ളും. അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ണിയുടെ ചിന്ത തന്നെ. യാനി യാനീഹ ഗീതാനി ബാലചരിതാനി ച ദധി നിർമന്ധനേ കാലേ സ്മരന്തീതാന്യഗായത. അഗായത പാടിക്കൊണ്ട് ദധി നിർമന്ധനേ കാലേ, തൈര് കടയുന്ന സമയത്ത് താൻ തന്നെ ഉണ്ണിയെക്കുറിച്ച് രചിച്ചിരിക്കുന്ന കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ആ ഉണ്ണിക്കണ്ണനിൽ തന്നെ എന്തൊരു ഭാഗ്യമാണ് ആ അമ്മയുടെ ഭാഗ്യം എന്ന് നോക്കുക. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന പരമ്പൊരുളാണ്
എന്നൊക്കെ പറഞ്ഞാൽ നമുക്കുണ്ടോ ഇതൊക്കെ മനസ്സിലാകുന്നു? ഉണ്ണിക്കണ്ണനാണെന്ന് പറയുമ്പോൾ ഈ മാതൃഹൃദയം പ്രത്യേകിച്ചും അമ്മമാർക്ക് അത് ഉൾക്കൊള്ളാൻ എളുപ്പമാണ്. അതിനു വേണ്ടി തന്നെയാണ് ഈ ബാലലീലകളൊക്കെ ഉണ്ണി ആടിയിരിക്കുന്നത്. ഉറക്കത്തിൽ ഉണ്ണി കുറേ നേരം ഉറങ്ങുന്ന കരുതിയിട്ടാണ് യശോദാമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെല്ലെ ഉണ്ണി പാദസരവും കിലുക്കിക്കൊണ്ട് പിന്നെ കൂടെ വന്ന് അമ്മയുടെ കഴുത്തിൽ തൂങ്ങി ഒരു കെട്ടിപ്പിടുത്തം, എന്നിട്ട് അമ്മയുടെ കവിളിൽ ഒരു ഉമ്മയും വെച്ചു. അമ്മ വിചാരിച്ചു, ഉണ്ണിക്കണ്ണൻ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് വന്നോ? കുറച്ചു നേരം കൂടെ ഉറങ്ങായിരുന്നില്ലേ നിനക്ക്? ഉണ്ണി ചിരിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഉണ്ണിക്ക് അമ്മിഞ്ഞി വേണം. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴല്ലേ കുടിപ്പിച്ച് കിടത്തിയത്, അപ്പോഴേക്കും വന്ന് വീണും ചോദിക്കുകയാണോ? താം സ്തന്യകാമാസാദ്യ മധ്നന്തീം ജനനീം ഹരിഹി ഗൃഹീത്വാ ദധിമന്ധാനം ന്യഷേധ പ്രീതിമാവഹൻ. അമ്മ ഇത് കേട്ട പാടില്ലല്ലോ. അമ്മ തൈര് കടഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഉണ്ണിക്കത് തീരെ പിടിച്ചില്ല. ഉണ്ണി പിന്നിൽ നിന്ന് നേരെ മുന്നിലേക്ക് വന്ന് ഗൃഹീത്വാദധിമന്ധാനം, തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കടകോലൊന്ന് കടന്നു പിടിച്ചു. നിരോധനം എന്നുള്ള ആ ലീലയാണല്ലോ ദശമസ്കന്ധത്തിന് ആധാരം തന്നെ. ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഭഗവാൻ. എന്തിനെ? തൈര് കടയലിനെ. മതി, ഈ ലൗകിക ചിന്ത വിട്ടിട്ട് അമ്മ എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. തൈര് കടയുന്നത് പോലെയാണെന്നല്ലോ അന്ന് ആ പാലാഴി മഥന സമയത്ത് മന്ധരപർവ്വതം താഴേക്ക് പോയപ്പോൾ ഭഗവാൻ ദശലക്ഷം യോജന ദീർഘമുള്ള ഒരു കൂർമാവതാരം എടുത്തിട്ട് മന്ധരപർവ്വതം താണുപോകുന്നതിൽ നിന്ന് തടയുകയും തൻ്റെ ഒരു കൈ വെച്ച്, ഒരു കൈസഹായം എന്നൊക്കെ പറയുന്നില്ലേ, ഒരു കൈ വെച്ച് ആ മഥനത്തെ സുഗമമാക്കി തീർത്തതും ഭഗവാൻ തന്നെയാണല്ലോ. ഇവിടെ തൈര് കടയുന്നതിനെ നിർത്തി ഉണ്ണി. എന്നിട്ട് അമ്മയോട് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്, ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്, എനിക്കിപ്പം തന്നെ അമ്മിഞ്ഞ് കിട്ടണം. തമ്മംഗമാരൂഢമപായസ്തനം സ്നേഹസ്നുതം സസ്മിതമീക്ഷിതീമുഖം. തമംഗമാരൂഢ. ഉണ്ണി എന്താ ചെയ്തത്? അമ്മയുടെ സമ്മതത്തിനായിട്ടൊന്നും കാത്തിരുന്നില്ല. ഉണ്ണി നേരെ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു. കാര്യം സാധിക്കാൻ തുടങ്ങി. സ്നേഹസ്നുതം സസ്മിതമീക്ഷിതീമുഖം. മുഖം ഇങ്ങനെ നോക്കുകയാണ്. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉണ്ണിയുടെ ഒരു മായാ ചിരിയുണ്ട്, മന്ദഹാസം. അതിൽ വീണു പോകാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. സുന്ദര മന്ദഹാസം പൊഴുതുകൊണ്ട് അമ്മയുടെ സ്തന്യപാനം, അമ്മയുടെ മടിയിൽ കയറി സ്തന്യപാനം തുടങ്ങി. അപ്പോഴാണ് യശോദാമ്മയ്ക്ക് ഓർമ്മ വന്നത്. എങ്ങനെയാ ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ, പാല് കാച്ചാൻ വെച്ചിരിക്കുന്നത് തളച്ച് തൂവി അടുപ്പത്ത് വീണു. അതിൻ്റെ ഒരു രൂക്ഷ ഗന്ധം വന്നു. അപ്പോഴാണ് അത്രേ അമ്മ ഓർത്തത്, തൈര് കടയുന്നതിന് മുമ്പ് പാല് കാച്ചാനായിട്ട് അടുപ്പത്ത് വെച്ചിരുന്നല്ലോ. ഇത് ഈ അമ്മമാർക്കൊക്കെ പറ്റുന്ന പണിയാണ്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് മറന്നു പോവുക, ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കുക എന്തിനാ അവിടെ വന്നതെന്ന്. ഇങ്ങനെ നമുക്ക് മറവിയാണല്ലോ. ആ സമയത്ത് യശോദാമ്മ എന്തുകൊണ്ടാണ് മറന്നത്? നമ്മെപ്പോലെ ലൗകിക ചിന്ത കൊണ്ടല്ല മറന്നത്. ഉണ്ണിയിൽ തന്നെ മനസ്സുറപ്പിച്ച് ആ തൈര് കടയുന്നതിൽ ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് പാല് തിളപ്പിക്കാൻ വെച്ചത് അമ്മ മറന്നുപോയത്. പാലിങ്ങനെ തിളച്ച് തൂവുമ്പോൾ കുട്ടിയെ മടിയിൽ നിന്ന് എടുത്ത് ഇരുത്തി, അവിടെ തൈര് കലത്തിൻ്റെ അടുത്ത് തന്നെ ഇരുത്തി. അവിടെ ഇരിക്കും ഉണ്ണി, ആ പാലൊന്ന് വാങ്ങി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടിപ്പോയി. പാല് തിളച്ച് പൊങ്ങി വരുന്നതിനെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മുടെ ഈ ലൗകിക മോഹങ്ങളൊക്കെ അങ്ങനെ തിളച്ച് പൊന്തി വന്ന് അപ്പോഴും നമ്മൾ ഭഗവാനെ ഓർക്കാതിരിക്കുന്ന ആ സന്ദർഭത്തെ, പിന്നെ എല്ലാറ്റിലും എന്ന് പറഞ്ഞാൽ ചരാചരത്തിലുള്ള എല്ലാറ്റിലും ഭഗവാനാണല്ലോ. യശോദാമ്മ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ പശു ഒരു മുനീശ്വരനായിരുന്നു അത്രേ.
ആ പാല് വിചാരിച്ചു ഈ ഉണ്ണി അമ്മയുടെ മടിയിൽ കിടന്ന് ഇങ്ങനെ കുടിച്ച് കുടിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ എന്നെ എപ്പോഴായിരിക്കും സ്വീകരിക്കുക? എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് പോവാനും ഭഗവാനിൽ മുഴുകുവാനുമുള്ള താല്പര്യമുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ പാലിന് പോലും തോന്നിയത്രേ. അതുകൊണ്ടത് തിളച്ച് തൂവിയെന്നും പറയുന്നു. യശോദാമ്മ വേഗം അടുക്കളയിൽ കയറി കുറച്ച് തണുത്ത വെള്ളം എടുത്ത് തളിച്ച് ആ പാലൊന്ന് പൊങ്ങുന്നതൊന്ന് ശമിച്ചപ്പോൾ അടുപ്പിലെ വിറകൊക്കെ ഒന്ന് തണച്ച് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ശബ്ദം കേട്ടു. എന്തോ വലിയ ശബ്ദത്തിൽ പൊട്ടുന്നു. അമ്മ പേടിച്ചു പോയി. ഉണ്ണിയെ വിട്ടിട്ട് എവിടെങ്കിലും ഒന്ന് നീങ്ങിയാൽ മതി, ഉടനെ തുടങ്ങി എന്തെങ്കിലും ഒരു അപകടം വരാൻ. എത്ര കണ്ടിരിക്കണു വലിയ വലിയ രാക്ഷസന്മാരൊക്കെ ഉണ്ണിയെ ഉപദ്രവിക്കാൻ വന്നതല്ലേ. നാരായണ, ഇനി എന്താ ചെയ്യുക? ഉണ്ണിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയതാണോ? ഉണ്ണിക്ക് അമ്മയോടുള്ള ദേഷ്യമായിരുന്നു മുഴുവൻ. അതൃപ്തമുസൃജ്യവേനസായയൗ ഉത്സിച്യമാനേ പയസി ധ്വതിശ്രുതേ. ആ പയസി പാല് വാങ്ങി വയ്ക്കാൻ പോയതാണല്ലോ അടുപ്പിൽ നിന്ന്. അതൃപ്തമുത്സൃജ്യ, ഒട്ടും കുടിച്ച് തൃപ്തിയായിട്ടില്ല. കുട്ടികളെ വളർത്തിയ അമ്മമാർക്കൊക്കെ അറിയാം, അത് കരഞ്ഞ് നേടുന്നത് വരെ ആ വാശിക്ക് നിൽക്കും കുട്ടികൾ. അതൃപ്തമുത്സൃജ്യ, തൃപ്തിയാവാത്ത ഉണ്ണിയെ മാറ്റിയിട്ടിട്ടാണല്ലോ പോയത്. അതുകൊണ്ട് ഭക്തൻ തൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന വേളയിൽ അതിനെ ഉപേക്ഷിച്ച് ലൗകിക ചിന്തകളിലേക്ക് മനസ്സ് വ്യാപൃതമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ട്. നമ്മുടെ ജീവിത അനുഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എവിടെന്നെങ്കിലും ഒരു കൊട്ട് വരും. ശരീര ആസ്വാസ്ഥ്യമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളായിട്ടോ അപ്പോൾ നമ്മൾ ഭഗവാനേ എന്ന് വിളിച്ചു പോകും. എന്ത് ജോലിയിൽ വ്യാപൃതരാകുമ്പോഴും ഭഗവത് ചിന്ത വേണമെന്നാണ് ഭാഗവതത്തിൽ അമ്മ തൈര് കളയുന്ന വേളയിൽ ഭഗവാനെക്കുറിച്ച് പാടിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് കാണിക്കുന്ന വഴികളാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളും എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നിങ്ങൾ പാകപ്പെടുത്തുന്ന ഭക്ഷണവും. സൂക്ഷ്മരൂപത്തിൽ ആ ഭക്ഷണത്തിൽ കടന്നു ചെല്ലുന്നത് നിങ്ങളുടെ തോട്ട് വേവ്സ് ആണ്. അതിനെക്കുറിച്ചുള്ള പഠനം നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ഈ ഉണ്ണിക്ക് അമ്മയുടെ ശ്രദ്ധ പോയപ്പോൾ ദേഷ്യം വന്നിട്ട് സഞ്ജാതകോപകസ്ഫുരിതാരുണാധരം ദന്തശ്യദ്ഭിഃ ദധിമന്തഭാജനം ഭിത്വാ വൃഷാശുർദൃശദശ്മനാരോഹോ ജഘാസ ഹയ്യങ്കവമന്തരംഗതഃ. സഞ്ജാതകോപഃ, ഉണ്ണിക്ക് കോപം അങ്ങനെ അടക്കാൻ സാധിച്ചില്ല. എന്നാലും എന്നെ വിട്ടിട്ട് പോയില്ലേ അമ്മ, എനിക്ക് കുടിച്ചിട്ടാണെങ്കിൽ ഒട്ടും മതിയായിട്ടില്ല. വിറയ്ക്കുന്ന ചുവന്ന ചുണ്ടുകൾ, സ്ഫുരിതാരുണാധരം, ആ അധരങ്ങളെ കുഞ്ഞരി പല്ലുകൾ കൊണ്ട് അമർത്തി ഒന്ന് കടിച്ചു ഉണ്ണി. കറുത്തുരുണ്ട നിറമുള്ള ആ ഉണ്ണിയുടെ ചുവന്ന ചുണ്ടുകൾ ഇങ്ങനെ വിറയ്ക്കുകയാണ് കോപം കൊണ്ട്. എന്നിട്ട് അവിടൊക്കെ നോക്കിയപ്പോൾ ഒരു അമ്മിക്കല്ല് അതെടുത്ത് ആ തൈര് പാത്രത്തിലേക്ക് ശക്തിയായിട്ട് എറിഞ്ഞ് അതിനെ ഉടച്ചു. ആ ശബ്ദമാണ് പാല് വാങ്ങി വയ്ക്കാൻ പോയ യശോദാമ്മ കേട്ടത്. എന്നെ വെടിഞ്ഞുള്ളോരമ്മയെ ചെഞ്ചമ്മേ എന്തുകൊണ്ടിന്നീനെ തോൽപ്പിപ്പു ഞാൻ, ഇങ്ങനെ നണ്ണുമ്പോൾ ചെമ്മുള്ളോരമ്മിക്കല്ലങ്ങൊരു കോണത്തു കാണായി വന്നു. ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ പറയുകയാണ്, എന്നെ വെടിഞ്ഞിട്ടാണല്ലോ അമ്മ പോയത്, ആ അമ്മയ്ക്ക് എങ്ങനെയാ എൻ്റെ ദേഷ്യം ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞ് ഉണ്ണി നോക്കിയപ്പോഴാണത്രേ ചെമ്മുള്ളോരമ്മിക്കൽ, നല്ലൊരു ചെറിയൊരു അമ്മിക്കല്ല് കണ്ടത്രേ. അതുകൊണ്ട് എറിഞ്ഞുടച്ചു. എന്നാൽ ഭട്ടതിരിപ്പാടിന് അതങ്ങനെ തോന്നിയില്ല. ഇത്ര ചെറിയ കുട്ടി അമ്മിക്കല്ലെടുക്കോ? എപ്പോഴും നമ്മൾ ഭഗവാനെ വീണ്ടും വീണ്ടും ചെറിയ കുട്ടിയായിട്ടും ഈ ലീലകൾ പിടുങ്ങുമ്പോൾ നമ്മൾ പരമാത്മ തത്വത്തെ മറന്നുപോയി. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഇത്ര വലിയ ഒരു പൂതനയെ ഉണ്ണിക്ക് നിഗ്രഹിക്കാൻ സാധിച്ചു. എന്നാലും ഭട്ടതിരിപ്പാട് പറഞ്ഞു, എന്താണ്,
സാമിപീതരസഭംഗസംഗത ക്രോധഭാരപരിഭൂതചേതസ മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദധിഭാജനം ത്വയാ. രസത്തിൽ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഭംഗം നേരിട്ട സമയത്ത് ക്രോധം കൊണ്ട് ആ മന്ദദണ്ഡമെടുത്ത്, മന്ദദണ്ഡം എന്ന് പറഞ്ഞാൽ കടകോല്, നമ്മൾ തൈര് കടയാൻ ഉപയോഗിക്കുന്നത്, ആ കടകോല് കൊണ്ട് കലം ഉടച്ചു എന്നാണ് നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉടനെ ഒരു അശരീരി കേട്ടു അത്രേ ഗർഭഗൃഹത്തിൽ നിന്ന്. ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണൻ വിളിച്ചു പറഞ്ഞു, എന്നാലും ഭട്ടേരി അമ്മിക്കുഴ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉടച്ചത്. അല്ല, അവിടെ കടകോലുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണ്, ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്. ഭക്തൻ മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് അങ്ങേർക്ക് സ്വീകാര്യമാണ്. പക്ഷെ അമ്മിക്കുഴ കൊണ്ടാണോ ഉടച്ചത് എന്ന് സംശയമുണ്ടെങ്കിൽ നമ്മുടെ സമാധാനത്തിന് ഉണ്ണി കളിക്കോപ്പ് കൊണ്ടാണ് ഉടച്ചത് എന്ന് കൂട്ടാലോ. കുട്ടികളൊക്കെ ഉറങ്ങുമ്പോൾ അടുത്ത് ടെഡ്ഡി ബെയറോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് അതിനെ കൊഞ്ചിച്ചുകൊണ്ട് കിടന്നുറങ്ങും. ഉണ്ണിയെ കാണാൻ വരുന്ന ശില്പികളൊക്കെ പല പല രീതിയിലുള്ള ആനയും കുതിരയും ഒക്കെ കല്ലുകൊണ്ടുണ്ടാക്കിയത്, മരം കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളൊക്കെ ഉണ്ണിക്ക് കളിക്കാനായിട്ട് കാഴ്ചക്കായിട്ട് കൊണ്ടുവന്ന് വെക്കുമായിരുന്നു അത്രേ. എന്നാൽ അതെടുത്ത് ഉടച്ചു എന്നും വേണമെങ്കിലും കൂട്ടാം. ഇവിടെ കലം ഉടയ്ക്കുക എന്നുള്ളതാണ് പ്രധാനം. കലം എന്നുള്ളത് തത്വാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ശരീരം തന്നെയാണ്. പല സ്ഥലത്തും നമുക്ക് ശരീരത്തെ ഘടത്തോട് ഉപമിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ശരീരം പഞ്ചഭൂതാത്മകമാണ്, ഒരു കലം പോലെ. കലവും അങ്ങനെ തന്നെ. ഈ ശരീരം മണ്ണിലേക്ക് ചേർന്ന് പോകുന്നതാണ്. മണ്ണിൽ നിന്ന്, മണ്ണാണ് മെയിൻ റോ മെറ്റീരിയൽ ഘടത്തിൻ്റെ. അഹന്ത നിമിത്തം പലപ്പോഴും നാം എന്ത് വിചാരിക്കുന്നു? ഈ ശരീരമാണ്, എൻ്റെ ശരീരത്തിന് നല്ല ശക്തിയുണ്ട്, എനിക്ക് നല്ല ശബ്ദമുണ്ട്, എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്, എൻ്റെ അടുത്ത് ധാരാളം പണമുണ്ട് എന്നുള്ള രീതിയിലുള്ള അഹന്ത അല്ലെങ്കിൽ അഹംഭാവം, ഗർവം വരുമ്പോൾ ഭഗവാൻ ഏതെങ്കിലും രീതിയിൽ അതിന് ഒരു വിഘ്നം വരുത്തും. അതായിട്ട് നമുക്ക് കണക്കാക്കാം ഉണ്ണി ഈ കലം ഉടച്ചു എന്നുള്ള ലീല. ഉത്താര്യ ഗോപീ സുശ്രുതം പയഃ പുനഃ പ്രവിശ്യ സന്ദൃശ്യ ദധ്യമത്രകം ഭഗ്നം വിലോക്യ സുസുതസ്യ കർമ്മ തത് ജഹാസതം ചാപിന തത്ര പശ്യതി. ഭഗവാൻ കലമുടച്ച ശേഷം എന്തൊക്കെയാ കുസൃതികൾ അവിടെ കാട്ടി വെച്ചിരിക്കുന്നത്? ആ തൈരിൽ കുറേ നേരം കാലിട്ട് ഇങ്ങനെ അടിച്ചു. കുട്ടികൾക്ക് അങ്ങനെയാത്രേ, കുറച്ച് വെള്ളം എവിടെയെങ്കിലും കണ്ടാൽ ഒട്ടനെ അതിൽ ചവിട്ടി ഇങ്ങനെ കുറച്ച് നേരം അതൊക്കെ അവിടെ തെറിപ്പിക്കണം. അതുപോലെ തൈര് കണ്ടിട്ട് ആദ്യമേ ചവിട്ടി കുറച്ച് നൃത്തമൊക്കെ വെച്ചു, അതൊക്കെ അവിടെയൊക്കെ തെറിച്ചു. എന്നിട്ട് കാലുകൊണ്ട് അവിടെയൊക്കെ നടന്നു പോയതുകൊണ്ട് ആ പാദചിഹ്നം, ഭഗവാന്റെ പാദം ഒന്ന് ഓർത്ത് നോക്കുക. ആ ഉണ്ണിക്കണ്ണൻ്റെ ചെറുപാദം അവിടെയൊക്കെ തൈരിൻ്റെ അടയാളത്തിൽ അങ്ങനെ വെളുത്ത കുഞ്ഞു പാദങ്ങൾ വെച്ച് ഉണ്ണിക്കണ്ണൻ എവിടേക്കോ ഓടിപ്പോയി. വീടിൻ്റെ അകത്തേക്കാണ് ഓടിപ്പോയിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് അവിടെ ഒരു ഉറിയിൽ യശോദാമ്മ ഒരു കുഞ്ഞു കലത്തിൽ തലേ ദിവസത്തെ വെണ്ണ എടുത്തു വെച്ചിരുന്നു. അവിടെ കണ്ട ഒരു പീഠത്തിൽ കയറി അത് ആ ഉറി സഹിതം ആ വെണ്ണയെടുത്ത് ആ വെണ്ണക്കലത്തിൻ്റെ അകത്ത് കൈയിട്ട് ഉണ്ണിക്കണ്ണൻ ഉണ്ണി വാരി തിന്നുന്ന മനസ്സിൽ കണ്ടു നോക്കുക. ഇതൊക്കെയല്ലേ നമുക്ക് ഭക്തി നിറയ്ക്കാനുള്ള മാർഗം. എന്തിനാണ് ഈ ലീലകളൊക്കെ ഇങ്ങനെ ശുഖബ്രഹ്മഋഷി വിവരിച്ചു തരുന്നത്? ഏതെങ്കിലും രീതിയിലെങ്കിലും ഭഗവാനെ സ്മരിക്കട്ടെ ജനങ്ങൾ എന്ന് കരുതിയിട്ട് തന്നെയാണ്. ഉണ്ണി കുറച്ച് നേരം അത് തിന്നിട്ട് ഇനി എന്താ ചേണ്ട അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി. അമ്മ വന്നു നോക്കുമ്പോൾ ഈ തൈരുകലൊക്കെ ഉടച്ചത് കണ്ട് ആദ്യം ഒന്ന് ചിരിച്ചുവെങ്കിലും വല്ലാത്ത കോപം വന്നു. ഇത്രയും കുസൃതി പാടുണ്ടോ? ഉണ്ണികളെ ആരാ ശിക്ഷിച്ച് നല്ല ശീലത്തിൽ വളർത്തിയെടുക്കേണ്ടത്? അതിൻ്റെ ഏറ്റവും വലിയ ചുമതല അമ്മമാർക്ക് തന്നെയാണ്. അപ്പം കുട്ടി കാണിക്കുന്ന ഈ വികൃതികളൊക്കെ ഇപ്പം തന്നെ അതിനെ
ശകാരിച്ച് മാറ്റിയില്ലെങ്കിൽ ഇവൻ വീണ്ടും വീണ്ടും എന്നും കലമുടയ്ക്കും. അവനവൻ്റെ വീട്ടിലത്തെ കലങ്ങളല്ല, അടുത്ത വീട്ടിലത്തെ കലങ്ങളും ഇവൻ ഉടയ്ക്കുന്നു എന്ന് എന്നും പരാതിയാണ്. ഇവിടെ വെണ്ണ കഴിച്ചാൽ പോരാന്ന് പറഞ്ഞ് എല്ലാ വീടുകളിലും പോയിട്ട് വെണ്ണ കക്കുക, തൈര് കട്ടുകുടിക്കുക, കൂടെയുള്ള കൂട്ടുകാർക്കൊക്കെ കട്ടുകൊടുക്കുക, കാണുന്ന കുരങ്ങന്മാർക്കും പൂച്ചകൾക്കും പട്ടികൾക്കും കാക്കകൾക്കും ഒക്കെ കൊടുക്കുക. ഇതെന്തൊരു വികൃതിയാണ് ഇവൻ! ഇത്രയും വികൃതി ഉണ്ണിക്ക് പാടില്ല. എവിടെ പോയി എന്ന് നോക്കിക്കൊണ്ടുവരാണ് വേദങ്ങൾക്കൊന്നും പിടികിട്ടാൻ പറ്റാത്ത ഈ ഉണ്ണിക്കണ്ണനെ അമ്മ തേടി തേടി നടക്കുകയാണ്. എവിടെ പോയി എന്ന്. അമ്മ വരുന്നത് കണ്ടതും ഉണ്ണി ആ വെണ്ണപ്പാത്രം എടുത്തുകൊണ്ട് വീടിൻ്റെ പുറകുവശത്തിലേക്ക് ഓടിപ്പോയി. അവിടെ ഒരു ഉരൽ കണ്ടു. ആ ഉരലിൻ്റെ മേലെ കയറിയിരുന്നു. സ്വസ്തികാസനത്തിൽ ഇരിക്കുകയാണ് ഉണ്ണി. ഉലൂഖലാംഗ്രേരുപരി വ്യവസ്ഥിതം മർക്കായ കാമം ദദതം ചിചിസ്ഥിതം ഹയ്യങ്കവം ചൗരവിശങ്കിതേക്ഷണം നിരീക്ഷ്യ പശ്ചാസുതമാഗമച്ഛനൈഃ. ചിതിസ്ഥിതം, ചിചി എന്ന് പറഞ്ഞാൽ ശിചി എന്ന് പറഞ്ഞാൽ ഉറി. ശിചിസ്ഥിതമായ പാലുൽപ്പന്നങ്ങൾ താൻ മോഷ്ടിച്ചിരിക്കുന്നുവെന്നെങ്ങാനും പിടിക്കപ്പെടുമോ എന്നൊരു ഭയവുമുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് മർക്കായ കാമം, ഒരു വാനരൻ അതിലൂടെ പോകുമ്പോൾ അതിനെ അങ്ങനെ വിളിച്ചു. എന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഉണ്ണി വെണ്ണ ഉരുട്ടി ഉരുട്ടി നൽകുകയാണ്. എന്താണ് വാനരത്തിനോട് ഇത്രയും ഒരു മർക്കായ കാമം? മർക്കടന് വേണ്ട വെണ്ണ വളരെ സ്നേഹത്തോടു കൂടി എന്താ കൊടുക്കാൻ കാരണം? തൻ്റെ രാമാവതാര വേളയിൽ ഈ കപികളാണല്ലോ, വാനരങ്ങളാണല്ലോ തന്നെ സീതാദേവിയെ കണ്ടെടുക്കാനും രാവണവധത്തിനുമൊക്കെ സഹായിച്ചത് എന്നോർത്തിട്ട് വളരെ സ്നേഹത്തോടു കൂടി കൊടുക്കുകയായിരുന്നു. ഭട്ടതിരിപ്പാട് പറയാണ് പൂച്ചയ്ക്ക് കൊടുത്തു എന്ന്. എല്ലാം ജീവാത്മാക്കൾ തന്നെയാണ് എന്ന് കാണാൻ ഭഗവാനാണോ പ്രയാസം? നമുക്കല്ലേ അതൊക്കെ പ്രയാസം. തൻ്റെ തന്നെ ജീവാത്മാക്കളൊക്കെ ഈ പരമാത്മാവിൻ്റെ തന്നെ അംശങ്ങളാണ്. പല പല ഭാവത്തിൽ പല പല ദേഹങ്ങളിൽ, വലുതായിട്ടും ചെറുതായിട്ടും, മരമായിട്ടും പക്ഷികളായിട്ടും മർക്കടമായിട്ടും പൂച്ചയായിട്ടും ഒക്കെ നിലനിൽക്കുന്നത് എല്ലാവരും തൻ്റെ തന്നെ അംശങ്ങളാണെന്ന് ഭഗവാന് കാണാൻ വിഷമമില്ല. ഉണ്ണി എവിടെയെന്ന് നോക്കിക്കൊണ്ട് വരിക. കയ്യിലൊരു ചൂരലുമുണ്ട്. വായ്പെഴുന്നിടുന്ന ശാസ്ത്രങ്ങൾ ചുഴുറ്റു രാപ്പകൾ തേടുന്ന വേദങ്ങൾക്കും തൊട്ടു നിന്നിടുവാൻ കിട്ടാതെയുള്ളോനെ പെട്ടെന്നു ചെന്നു പിടിച്ചാളമ്മ, പെട്ടെന്നു ചെന്നു പിടിച്ചാളമ്മ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. വായ്പിഴുന്നിടുന്ന ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, വേദാംഗങ്ങൾ എന്ന് പറയും. അവർക്കൊക്കെ ഇതല്ല നേതി എന്ന് പറഞ്ഞിട്ട് ഇതല്ല അതല്ല മറ്റേതല്ല പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം എന്താന്ന് പറയുന്നുണ്ടോ? എല്ലായിടത്തും ഉണ്ട്, എല്ലാരിലും ഉണ്ട്. അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. സ്വപ്നാവസ്ഥയിലുണ്ട്, ജാഗ്രതയിലുണ്ട്. ഗുരുവായൂരപ്പ, ഈ സാധാരണക്കാരായ നമ്മളിത് കേട്ടാൽ തന്നെ പേടിച്ചു പോകും. നമുക്ക് ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് സൗകര്യം എന്ന് തോന്നുന്നു. വായ്പെഴുന്നിടുന്ന ശാസ്ത്രങ്ങൾ ചുഴുട്ടു രാപ്പകൾ തേടുന്ന വേദങ്ങൾക്കും തൊട്ടു നിന്നിടുവാൻ. ഒന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല. എത്ര ശ്ലോകങ്ങൾ കൊണ്ട് വർണ്ണിച്ചോളൂ നിങ്ങൾ. പരമാത്മസ്വരൂപം എന്താണെന്ന് പറയാൻ അസാധ്യമായിരിക്കുന്നു വേദങ്ങൾക്ക് പോലും. ആ ഉണ്ണിയെ കയ്യോടെ പിടിക്കാനല്ലേ എന്നെ തപം ചെയ്തനെ. ഈ യശോദാമ്മ എന്ത് തപസ്സാ അങ്ങനെ ചെയ്തിരിക്കണത്? കയ്യിലൊരു ചൂരലും പിടിച്ചുകൊണ്ട് ഓടി ഓടി നോക്കുകയാണ് എവിടെയാ പോയത്. അപ്പം അവിടെ നിന്ന് ഒരലിൽ നിന്ന് ചാടി ഇറങ്ങി ഓട്ടം തുടങ്ങി വീണ്ടും ഉണ്ണി. അവിടെ നിൽക്കും ഉണ്ണി, അവിടെ നിൽക്കും. നല്ല ചുട്ട അടി കിട്ടുന്നു എനിക്ക്. വെച്ചിട്ടുണ്ട് അമ്മ നിനക്ക് നല്ല അടി കേട്ടോ. ഇങ്ങനെയുണ്ടോ ഒരു കുസൃതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഓടുകയാണ്. ചില ദാസീ ജനങ്ങളൊക്കെ ഇത് നോക്കുന്നുണ്ട്. ഈ അമ്മ എന്താ അങ്ങനെ ഒരു ഓട്ട മത്സരം?
അത് ഉണ്ണിയുടെ പിന്നാലെ ഉണ്ണിയുണ്ടോ കിട്ടാൻ പോകുന്നു. മുനീശ്വരന്മാർക്കും വലിയ വലിയ ഭക്തന്മാർക്കും ഒക്കെ പടാപാടുപെട്ട്, എന്നാലും ഇങ്ങനെ യശോദാമ്മയ്ക്ക് കിട്ടിയ പോലെ ആ പരബ്രഹ്മസ്വരൂപത്തിനെ ആർക്കും കിട്ടിയിട്ടില്ല. എന്നിട്ടോ കണ്ണനെ പീഡിപ്പിച്ച് ആ ഒരു കൈ കൊണ്ട് ഉണ്ണിയെ പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് ചൂരലങ്ങനെ ഓങ്ങുകയാണ് അടിക്കാൻ. അമ്മേ അടിക്കല്ലേ കേട്ടോ, ഉണ്ണി നീ പാവമാണമ്മേ, ഇനി മോഷ്ടിക്കില്ല, ഉണ്ണി വെണ്ണ കക്കില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് ഉറക്കെ കരഞ്ഞു തുടങ്ങി. കരച്ചലിന് ശക്തി പോരാ എന്ന് ഉണ്ണിക്ക് തന്നെ തോന്നിയപ്പോൾ 2 കൈ കൊണ്ടും 2 കണ്ണുകൾ ഇങ്ങനെ തിരുമ്മി 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 വായ്വിട്ട് അലറി കരയാൻ തുടങ്ങിയത്രേ. 2 കണ്ണിലെയും കൺമഷി കവിളുകളിലൊക്കെ പരന്നിട്ട് സ്വതവേ കാർവർണ്ണനായ ആ ഉണ്ണി വീണ്ടും വീണ്ടും ശോഭിക്കുകയാണ്. ആ കറുത്ത നിറത്തിൽ വീണ്ടും ഉണ്ണിയുടെ കവിൾത്തടങ്ങൾ ശോഭിക്കുകയാണത്രേ. അങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ യശോദമ്മയ്ക്ക് പാവം തോന്നി. ആ ചൂരൽ അവിടെ ഇട്ടു. എന്നാൽ ഇനി ഞാൻ നിന്നെ കെട്ടിയിടാൻ പോവാ. ഈ കെട്ടിയിട്ട സ്ഥലത്തിൽ നിന്ന് മറ്റു ഗോപന്മാർ കളിക്കുന്നത് കണ്ടുകൊണ്ട് നിന്നാ മതി. ഇനി അത് മതി. നിനക്ക് വെണ്ണയും തരില്ല, തൈരും തരില്ല, പാലും കുടിക്കാൻ തരില്ല, എല്ലാം ഉടച്ചില്ലേ. ഇനി ശിക്ഷിക്കാനുള്ള മാർഗം നിന്നെ കെട്ടിയിടുക, അതേ ഉള്ളൂ. ഇവിടെ വാ, നിനക്ക് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഉണ്ണിക്കുട്ടനെ ആ ഉരലിനോട് തന്നെ ബന്ധിപ്പിച്ച് കെട്ടാനായി തുടങ്ങി. നന്ദിനി പശുവിനെ കെട്ടുന്ന വലിയ ഒരു കയറും കൊണ്ടുവന്നു അമ്മ. ആ അമ്മയുടെ ഒരു ഭാവം കാണണം. എൻ്റെ ഉണ്ണിയാണ്, ഞാൻ പറഞ്ഞത് കേൾക്കാനാണ് എന്നുള്ള മട്ടിലാണ് അവിടെ വന്നത്. സ്നേഹാധിക്യം കൊണ്ടല്ലേ അമ്മ എങ്ങനെയൊക്കെ പറയുന്നത്, എന്നാൽ അമ്മയുടെ ആഗ്രഹം ഒന്ന് നടന്നോട്ടെ എന്ന് ഉണ്ണിക്കണ്ണനും നിന്നു കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഉണ്ണിയെ കെട്ടണ്ട കേട്ടോ അമ്മേ, ഉണ്ണി നല്ല കുട്ടിയാണ് കേട്ടോ, ഉണ്ണി ഇനി ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യില്ല എന്നൊക്കെ അങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. അതൊന്നും കേട്ട ഭാവമില്ല. വലിയ കയറാ കൊണ്ടുവന്നിരിക്കണത്. നാചാന്തർന ബഹിരസ്യ ന പൂർവം നാപി ചാപരം പൂർവാപരം ബഹിശ്ചാന്തഃ ജഗദോയോ ജഗച്ഛയഃ. ഉള്ളും പുറവുമില്ലാത്ത പരബ്രഹ്മം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ ഏതാണ് പരബ്രഹ്മത്തിൻ്റെ ഉള്ള്, ഏതാണ് പുറം? എത്ര വലിയൊരു തത്വമാണ് കാണിച്ചു തരുന്നതെന്ന് നോക്കുക. പരബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ എത്ര തന്നെ സംസ്കൃതത്തിൽ കേട്ടാൽ നമുക്കുണ്ടോ മനസ്സിലാകാൻ പോകുന്നു? ഇല്ല. അതിനാണ് ഭഗവാന്റെ ഈ ലീലകൾ. ഇത്ര വലിയ തത്വം അത് കാണിച്ചു തരികയാണ്. യശോദാമ്മ കയറുകൊണ്ട് കെട്ടുന്നു. കയറ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എല്ലാ കയറുകളിലും ചുറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മളാണ്. ലോകത്തിലെ പല പല കുടുക്കുകളിൽ ഒരു കുടുക്കിൽപ്പെട്ടാണ്, എത്ര കുടുക്കുകളാണ് നമുക്കുള്ളത്, അതിൽ പെട്ട് വലയുന്ന നമ്മളാണ് പാശന്മാർ. ഭഗവാൻ അപാശനാണ്, കയറില്ലാത്തവനാണ്. പക്ഷേ ഭഗവാനെയാണ് കെട്ടുന്നത്. ഭഗവാനെ ഒരു കയറ് കൊണ്ട് മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ, ഭക്തിയാകുന്ന കയറ്. മനസ്സിലിങ്ങനെ നാമസങ്കീർത്തനം ചെയ്ത് ഉണ്ണിയുടെ ഓരോരോ ലീലകളും മനസ്സിലിങ്ങനെ സ്മരിച്ച് അപഗ്രഥിച്ച് എല്ലാവരും ചുറ്റി കയറ് പിരിച്ചോളൂ. ആ ഭക്തിക്കയറ് കൊണ്ടൊന്നു മാത്രം നമുക്ക് ഭഗവാനെ കെട്ടാൻ സാധിക്കും. ന ജാന്തർ ന ബഹിരസ്യ, പുറവുമില്ല ഉള്ളുമില്ല. ന പൂർവം, എപ്പോഴാ തുടങ്ങിയത്? അതിന് എപ്പോഴാണ് പരബ്രഹ്മം ഉണ്ടായത് പറയാൻ പറ്റുമോ? എല്ലാ തുടക്കത്തിൻ്റെയും തുടക്കത്തിൽ ആ പുരുഷോത്തമനാണല്ലോ. എല്ലാറ്റിൻ്റെയും അവസാനത്തിൽ ശേഷിക്കാൻ പോകുന്നതും ആ പുരുഷോത്തമൻ തന്നെയാണല്ലോ. നാഭിജാപരം പൂർവാപരം ബഹിശ്ചാന്തഃ. എവിടെയാണ് ഫ്രണ്ട്, എവിടെയാണ് ബാക്ക്, എവിടെയാണ് മുൻഭാഗം, എവിടെയാണ് പിൻഭാഗം, എവിടെയാണ് അകം, എവിടെയാണ് പുറം, എവിടെയാണ്? എതു തൊട്ട് തുടങ്ങി എതുവിൽ അവസാനിച്ചു. എന്തിനോട് കെട്ടണം? ഒന്നിനോട് കെട്ടണമെങ്കിൽ ആ ഒന്നെന്താണെന്ന് അറിയണം, മറ്റൊന്ന് ഒരലാണെന്ന് മനസ്സിലായി. പക്ഷെ ഈ ഒന്നിനെ കെട്ടണമല്ലോ. കെട്ടപ്പെടാനായിട്ട് ഭഗവാൻ കാരുണ്യമൂർത്തി നിന്ന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് യശോദമ്മയ്ക്ക് കെട്ടുവാൻ സാധിച്ചതെന്ന് നോക്കാം നമുക്ക്.
ഇവണ്ണം ലീല സർവം വിഷ്ണുമയം ജഗത്ത് എന്നുള്ള മഹത്തത്വമാണ് ഇവിടെ വ്യക്തമാക്കി കൊടുക്കാൻ ഭഗവാൻ നമ്മളിപ്പോൾ ഭക്തന്മാർക്ക് വ്യക്തമാക്കി തരാൻ ഈ ലീല ആടിയിരിക്കുന്നത്. കയറ് കൊണ്ടുവന്ന് യശോദാമ്മ കെട്ടാൻ നോക്കുമ്പോൾ കെട്ടാൻ പറ്റുന്നില്ല. 2 അങ്കുലം കുറവ്, എന്നാൽ 3 അങ്കുലം കുറവായിക്കോട്ടെ, അതല്ല 2 അങ്കുലം കുറവ്, 2 വിരൽ നീളം കുറവ്. അപ്പം യശോദാമ്മ ഇത് ഈ നന്ദിനി പശുവിനെ ഈ കയറുകൊണ്ടാ കെട്ടുന്നത്, ഇതിന് നീളവും ഇല്ല വീതിയും ഇല്ല, വേറെ കയറ് കൊണ്ടുവരൂ ആച്ചിമാരെ. അങ്ങനെ വീട്ടിലെ എല്ലാ കയറുകളും തീർന്നത്രേ. ഒന്നിനോടൊന്നിനോടൊന്നിനോട് ബന്ധിപ്പിച്ച് കെട്ടിക്കൊണ്ടേ പോയി എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഒന്നിനോടൊന്നിങ്ങനെ കെട്ടി അതിന് നീളം കൂടി പിന്നെയും ചുറ്റിക്കൊണ്ടുവന്നു. അപ്പോൾ വേറെയും ഗോപിമാരൊക്കെ ഓടി വന്നു. യശോദമ്മ ഇവിടെ എന്താ ചെയ്യണേ? ഉണ്ണിക്കണ്ണനെ കെട്ടുക. അയ്യോ പാവം കുട്ടി, അറിയാണ്ട് ഒരു കല ഉടച്ചതിന് ഇങ്ങനെ കെട്ടാൻ പാടുണ്ടോ? ഇപ്പോൾ വേറൊരു ഗോപിക പറയാണ്, അല്ലെങ്കിൽ യശോദാമ്മയ്ക്ക് കുട്ടിയെ വളർത്താൻ അറിയില്ല. എന്തൊരു വികൃതിയാണെന്നോ, ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന് 4 കലാണ് അവൻ ഉടച്ചത്. ഇത്ര കുസൃതി പാടില്ല, കെട്ടിക്കോട്ടെ. വേറൊരു ഗോപിക, വേണ്ട കേട്ടോ, യശോദാമ്മയ്ക്ക് വളർത്താൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും വേറൊരു ഗോപിക, എനിക്ക് തന്നോളൂ, ഞാൻ വളർത്തിക്കൊള്ളാം ഉണ്ണിക്കണ്ണനെ. അങ്ങനെ എല്ലാവരും ഓരോന്ന് പറയുമ്പോൾ എല്ലാവർക്കും നേരെ തനിക്ക് ഒരു ചെറിയ 3 വയസ്സുകാരനെ കെട്ടാൻ പോലും അറിയുന്നില്ലല്ലോ. അങ്ങനെ ഒരു നാണക്കേട് അമ്മയ്ക്ക്. എല്ലാവരോടും പറയണം കുറച്ചുകൂടെ കയറ് കൊണ്ടുവരൂ. ചെറുശ്ശേരി വളരെ ഭംഗിയിൽ പറയുന്നുണ്ട്. ആച്ചിമാരെല്ലാവരും അവരവരുടെ വീട്ടിലത്തെ കയറുകളും, നമുക്കൊക്കെ ഒരുപാട് കയറുകളുണ്ടേ, നമ്മളുടെ ഈ ബന്ധനങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുന്ന ആ ഭഗവാനെയാണ്, ബന്ധവിമുക്തനായിരിക്കുന്ന സദാ വിമുക്തനായിരിക്കുന്ന ഭഗവാനെയാണ് ബന്ധനസ്ഥനാക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നത്. 2 അങ്കുലം കുറയുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്? അഹം, ഞാൻ, മമ ഇതി, ഇതെൻ്റേത്, ഞാനെന്നമ്മ പറയുമ്പോൾ ഈ ശരീരത്തെയാണ്, സാധാരണക്കാരൊക്കെ നമ്മളൊക്കെ ഈ ശരീരത്തെയാണ് ഞാൻ ഇന്ന ദിക്കിൽ നിന്ന് വരുന്നു, എൻ്റെ പേര് ഇന്നതാണ്, ഈ കുട്ടി എൻ്റേതാണ്. ഭഗവാൻ തന്ന കുട്ടിയാണെന്നോ എന്നിലുള്ള ആത്മാവും ഇതിലുള്ള ആത്മാവും ഒന്നാണെന്നോ ഒന്നും സാധാരണക്കാർ ചിന്തിക്കില്ല. തത്വം അറിയുന്ന വലിയ മുനീശ്വരന്മാരാണ് അതൊക്കെ പറയുന്നത്. ഇവിടെ ഉണ്ണിയെ നോക്കിയിട്ട് പറയാണ്, എന്താടാ നിന്നെ കെട്ടാൻ പറ്റാത്തത്? ഈ വയറിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും കയറ് കാണാതാവുന്നു. എവിടെ പോണു? ഇതെന്തൊരു മായയാണ്. അമ്മയ്ക്ക് കയ്യും കാലമൊക്കെ തളർന്നു തുടങ്ങി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വെണ്ണ കട്ട് തിന്നരുത് തിന്നരുത് തിന്നരുതെന്ന്. വെണ്ണ തിന്ന് നിന്റെ വയറ് വണ്ണം വെച്ചു. എന്തൊരു വയറാണത്? നിന്റെ വയറിനകത്ത് എന്താ? വയർ കുക്ഷിക്കകത്ത് എന്താണെന്ന് പറയാ. ഈ സർവ്വചരാചരങ്ങളും കുക്ഷിക്കകത്തല്ലേ പോകുന്നത് ഭഗവാന്റെ. വയറൊന്ന് ചുരുക്കി പിടിക്ക്, ഒന്ന് ശ്വാസം ഒന്ന് എടുത്ത് വയറൊന്ന് ചുരുക്കി പിടിക്ക്, ഞാൻ കെട്ടട്ടെ. അപ്പോൾ ഉണ്ണി പറയാണ്, അമ്മേ ചുരുക്കിയിട്ടാണ് ഇത്രയും, ഇതിൽ കൂടുതൽ ചുരുങ്ങില്ല. ഒന്ന് ശ്വാസം അകത്ത് പിടിക്കുണ്ണി, 2 കൈ ഒന്ന് പൊക്കിക്കേ. അപ്പോൾ 2 കൈയും പൊക്കി. ഇനി ഞാൻ കെട്ടാൻ നോക്കട്ടെ. പറ്റണില്ല. ആകെ തളർന്നിരുന്ന് നാരായണാന്നും പറഞ്ഞ് ആ അവശ്യസ്ഥിതിയിൽ ഇനി ഭഗവാനല്ലാതെ ആരും ആശ്രയമില്ല എന്ന് ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആകുന്നൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടല്ലോ. ആ സമയത്ത് ഭഗവാന് കാരുണ്യം വരും നമ്മളോട്. അങ്ങനെ കാരുണ്യം വന്നതുകൊണ്ട് മാത്രം ഉണ്ണി എന്ത് ചെയ്തു? 2 അറ്റം എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ദാ കെട്ടിക്കോ. അപ്പം അമ്മയ്ക്ക് സന്തോഷമായി. അപ്പം അമ്മ കെട്ടിയിട്ടു. ഭക്തിയില്ലാത്ത ഒരു കർമ്മത്തിനും പ്രയോജനമുണ്ടാകുന്നില്ല. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൽ ഭക്തിയും കൂടെ വന്നാൽ മാത്രമേ ആ കർമ്മത്തിന് സാഫല്യമുണ്ടാകുന്നുള്ളൂ. ഇവിടെ ഉണ്ണിയെ കെട്ടുക എന്നുള്ളതിൽ ഞാൻ കെട്ടുമെന്ന് പറഞ്ഞിട്ട് യശോദാമ്മ തുടങ്ങി. അതൊരു ചെറിയ പ്രവർത്തനമാണേ. അതിൽ നിന്ന് നമ്മൾ തന്നെ എത്ര പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെന്ന് സ്വയം അപഗ്രഥിച്ചെടുക്കാനുള്ള ഒരു വഴിയാണത്. ഭഗവാന്റെ സങ്കല്പമാണ്. ഭഗവാൻ ശക്തി കൊണ്ട് തന്നതുകൊണ്ട് മാത്രം ഈ കൈക്കും കാലിനും അനങ്ങാനും ഈ നാവ് കൊണ്ട് വർത്തമാനം പറയാനും കണ്ണുകൊണ്ട് കാണാൻ, കണ്ണിൻ്റെ കണ്ണായി കാതിൻ്റെ കാതായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഉപനിഷത്തുകളിൽ. അങ്ങനെയുള്ള ബ്രഹ്മചൈതന്യം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ കർമ്മം ചെയ്യുന്നത് എന്നുള്ള ഭാവത്തോട് ചെയ്തു നോക്കൂ, ആ കർമ്മം സഫലമാകും. ഭക്തിയില്ലാത്ത ജ്ഞാനം കൊണ്ടും പ്രയോജനമില്ല. എത്ര ജ്ഞാനം ഉണ്ടായിട്ട് കെട്ടുക എന്നുള്ള ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. കെട്ടാൻ പറ്റിയോ? ഇല്ല. പിന്നെ എങ്ങനെ കെട്ടാൻ പറ്റി? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രം. ഉലൂഖലത്തിൽ അങ്ങനെ കെട്ടിയിട്ടു. എന്നിട്ട് തൈര് കടയാൻ പോയി യശോദാമ്മ.
വേറൊരു കലം എടുത്തു വെച്ചു. ഇഷ്ടംപോലെ ഉണ്ട് കടഞ്ഞെടുക്കാനേ. അപ്പം അതിൽ നിന്ന് പൊന്തി വന്ന വെണ്ണ, അതിന് സങ്കടമായത്രേ. എന്നെ ഇപ്പോൾ കഴിക്കാനായിട്ട് ഉണ്ണിക്കണ്ണൻ വരൂലല്ലോ, ഉണ്ണിക്കണ്ണനെ ഉലൂഖലത്തിൽ കെട്ടിയിരിക്കുകയാണല്ലോ. ബിൽവമംഗലം സ്വാമികളുടെ യശോദാഗാഠം ഉലൂഖലേന ഗോകണ്ഠപാശേന നിബധ്യമാനം രുരോദമന്ദം നവനീതഭോജി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി. രുരോദമന്ദം മെല്ലെ കരയാണ്. ആര്? നവനീത ഭോജി. ആ ഉറഞ്ഞു വന്ന ആ വെണ്ണ കരയാണ്. ഉലൂഖലത്തിലാണല്ലോ കെട്ടിയിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഗോകണ്ഠപാശേന, ഗോക്കളെ കെട്ടുന്ന, ഗോക്കളുടെ കഴുത്തിലൊക്കെ കെട്ടി വലിക്കുന്ന ആ കയറുകൊണ്ടാണല്ലോ കെട്ടിയിരിക്കുന്നത് എന്ന് നവനീത ഭാജി ഇങ്ങനെ നവനീതം ഇങ്ങനെ കരഞ്ഞു എന്ന് ബിൽവമംഗലം സ്വാമികൾ. ദാമം കൊണ്ട് ഉദരത്തിൽ കെട്ടപ്പെട്ടപ്പോൾ ഭഗവാന് ദാമോദരൻ എന്നുള്ളൊരു പേരും കിട്ടി. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആകാശത്തിലൂടെ യക്ഷകിന്നര ഗന്ധർവ വിദ്യാധരന്മാർ, സിദ്ധന്മാർ, ഉരകങ്ങൾ എല്ലാവരും വന്ന്, ദേവഗണങ്ങളെല്ലാവരും വന്ന് ഭഗവാനെ ദാമോദര ദാമോദര എന്ന് വിളിച്ച് സ്തുതിച്ചു അത്രേ. ചുറ്റും കൂടിയിരുന്ന ഗോപിമാരൊക്കെ ഓരോന്നും അഭിപ്രായം പറഞ്ഞുകൊണ്ട് പിരിഞ്ഞുപോയി. അപ്പോൾ പാപനാശം ശിവൻ പാടുകയാണ്. പിരമനും വീഴ്തിരനും മനതിൽ പുറാമൈ കൊള്ള ഉറലിൽ കെട്ടി വായ്പൊത്തി കെഞ്ച വൈത്തായി. അതിവിടെ കെട്ടിയിട്ട് അമ്മേ കെട്ടഴിക്കൂമേ, മതിമേ, ഇനി മതി, ഇനി ഉണ്ണിയെ കെട്ടിയത് മതി, ഒന്ന് അഴിക്കാമോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണി ചോദിക്കാത്രേ. ബ്രഹ്മന് പോലും ഇങ്ങനെ കെട്ടാൻ സാധിച്ചിട്ടില്ല. ശങ്കര ഭഗവാന് പോലും ഇങ്ങനെ ഉണ്ണിയെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. സാക്ഷാത് മഹാലക്ഷ്മിക്ക് പോലും. ഭക്തി ഉണ്ടെങ്കിലല്ലേ വക്ഷസ്ഥലത്തിലിരിക്കുന്ന മഹാലക്ഷ്മിക്ക് പോലും കിട്ടാത്ത ഒരു സന്ദർഭമാണ് യശോദാമ്മയുടെ ജീവിതത്തിലൂടെ എങ്ങനെ ഇതാ വരുന്നത്. ചുറ്റും കൂടിയിരുന്നവരെല്ലാം പോയപ്പോൾ ഗോപന്മാർ, കളിക്കുന്ന ഗോപക്കുട്ടികളൊക്കെ അടുത്തുകൂടി. ഉണ്ണിക്കണ്ണ ഞങ്ങൾ അഴിക്കട്ടെ കെട്ട്? ഉണ്ണിക്കണ്ണൻ പറഞ്ഞു, വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്നാ ഞങ്ങൾ നിൻ്റെ ചുറ്റും കളിക്കട്ടെ, എന്നാ ഞങ്ങളുടെ കളി നിനക്ക് കാണാലോ ഉണ്ണി. ആ എന്ന് പറഞ്ഞ് ഉണ്ണിക്കണ്ണൻ സമ്മതിച്ചു. കുറച്ചു നേരം അവർ കളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവർ കുറച്ച് ദൂരെ മാറിപ്പോയി. എങ്കിലും പോയ സ്ഥലത്തുനിന്നും ഉണ്ണി എന്താ ചെയ്യണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ നോക്കുകയാണ്. അടുത്തത് 10-ാം അധ്യായം തുടങ്ങുകയാണ്. പരീക്ഷത്ത് മഹാരാജാവ് ശുകബ്രഹ്മ ഋഷിയോട് ചോദിക്കുകയാണ്, അതെ, എന്നിട്ട് ആ ഉരലും വലിച്ചുകൊണ്ട് നളകൂപുര മണിഗ്രീവന്മാർക്ക് കിട്ടിയ ശാപം ഇല്ലാതാക്കി എന്നാണല്ലോ പറഞ്ഞത് ശുകബ്രഹ്മ ഋഷേ. എന്തുകൊണ്ടാണ് ആ നളകൂപുര മണിഗ്രീവന്മാരിങ്ങനെ യമളാചുര വൃക്ഷങ്ങളായിട്ട് നിലകൊണ്ടത്? എന്തുകൊണ്ട് മരുത്തുവൃക്ഷങ്ങളായി അവർ മാറി? അപ്പോൾ ശുകബ്രഹ്മ ഋഷി പറഞ്ഞു കൊടുക്കുകയാണ്, അതൊരു കഥയാണ് കേട്ടോ. നാരദ മുനിയുടെ ശാപം കിട്ടി. കുബേരപുത്രന്മാരാണ് ഞങ്ങൾ, ധനാഢ്യരാണ്, വലിയ യക്ഷന്മാരാണ്. എവിടെ നിന്നൊക്കെയാണ് ഈ ചോദിക്കാതെ കണ്ട് നമുക്ക് ഗർവം വരുന്നതെന്ന് നോക്കുക. എന്തൊക്കെ കഴിവുകളുണ്ടായാലും എല്ലാം ഭഗവാന്റേത്, ഭഗവാൻ തന്നത് എന്നുള്ള ആ എളിമ ബുദ്ധി ഇല്ലാതായി പോയത്. അങ്ങനെ ഇല്ലാതായപ്പോഴാണ് യക്ഷന്മാർ, കുബേര യക്ഷൻ്റെ മക്കളായ മണിഗ്രീവനും നളകൂപരനും തോന്നിയത് തങ്ങളെ തടുക്കാൻ ആരാ ഉള്ളത്. അപ്പോൾ വസ്ത്രങ്ങൾ പോലും ഉപേക്ഷിച്ച് സുന്ദരിമാരോടൊപ്പം പല പല ക്രീഡകളൊക്കെ ഗംഗാജലത്തിൽ ഇറങ്ങിക്കൊണ്ട്, ഗംഗാനദിയിൽ ഇറങ്ങിക്കൊണ്ട് ഒട്ടും സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് നാരദമുനി അവിടെ വന്നത്. മഹത്തുക്കൾ കണ്ട് അത് തിരുത്താൻ നോക്കുമ്പോൾ
വിവേകമുള്ളവരനുസരിക്കും, അവിവേകികൾക്ക് കൂടുതൽ ദേഷ്യം വരും അത് കാണുമ്പോൾ. അതുകൊണ്ട് നാരദ മുനിയെ പോലും അവർ അപഹസിച്ചു സംസാരിച്ചു. അപ്പോൾ നാരദ മുനി അവരെ മരങ്ങളായി ബന്ധനസ്ഥരായ ആത്മാക്കളായിട്ട് ഈ ഗോകുലത്തിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ആ ശാപം തന്നെ അനുഗ്രഹമാണത്രേ. മഹർഷിമാരുടെ ശാപങ്ങളൊക്കെ അങ്ങനെയാണ്, ഒരനുഗ്രഹവും അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ഒരു ശാപം? ഗോകുലത്തിൽ വന്ന് നിന്നാൽ നിങ്ങൾക്ക് സാക്ഷാൽ മഹാവിഷ്ണു അമ്പാടിക്കണ്ണനായിട്ട് വരുമ്പോൾ ആ പാദധൂളിയേറ്റ് നിങ്ങൾക്കും കിട്ടും ശാപമോക്ഷം. ആ മുനിക്ക് അത് അറിയാമായിരുന്നു. എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്താലും ഈ വ്രതങ്ങളൊക്കെ എടുത്തിട്ട് ആ പാപത്തെ ശമിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ആ കുറ്റം ചെയ്യാനുള്ള വാസനയുണ്ടല്ലോ, അത് പോണെങ്കിൽ ഭഗവത് സ്മരണ സദാ വരണം. ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവയെ മരുത്തുവൃക്ഷങ്ങളായി തീരട്ടെ എന്ന് നാരദമുനി ശപിച്ചത്. ആ മരുത്തുവൃക്ഷങ്ങളെ കണ്ടിട്ട് ഉണ്ണി വിചാരിച്ചു, ഇതാ ഉലൂകല ബന്ധനത്തിൻ്റെ അടുത്ത ശാപമോക്ഷത്തിനുള്ള സമയമായിരിക്കുന്നുവല്ലോ. ഉണ്ണിക്ക് ഇത്തിരി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ശുചിയടക്കം കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ശുചി എന്ന് പറഞ്ഞാൽ ഉറിയടക്കം എടുത്തു വെച്ചിരിക്കുന്ന ആ വെണ്ണക്കലത്ത് നിന്ന് വെണ്ണ കപ്പിക്ക് കൊടുക്കുമ്പോഴാണ് അമ്മ എവിടെ വന്നത്. ബാക്കി അവിടെ ആ പൊത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നിട്ട് ഉരലിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്ന് ഭട്ടതിരിപ്പാടിൻ്റെ ഭാവന. അതും എടുത്ത് കുറച്ച് കഴിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ മുട്ടുകുത്തിയും നിരങ്ങിയും വലിഞ്ഞും നടന്നും കഷ്ടപ്പെടുന്ന പോലെയൊക്കെ കാണിച്ചു. ഉണ്ണിക്ക് എന്താ ഒരു കഷ്ടമൊന്നുമില്ല. കാണുന്നവർ വിചാരിച്ചോട്ടെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉരൽ വലിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഉരലും വലിച്ച് നീങ്ങി തുടങ്ങി. ഗോപക്കുട്ടികളൊക്കെ അവിടെ വന്നു. ഉണ്ണി എവിടെയാ പോണത് ഉരലും വലിച്ചോണ്ട്? തപ്പ കാണിച്ചു തരാം ഒരു കാര്യം കേട്ടോ, ഞങ്ങളും കൂടെ ഉരുട്ടട്ടെ, പിന്നൊന്ന് ഉന്തിത്തരട്ടെ. ഉണ്ണി വേണ്ട. അപ്പം അവരൊക്കെ അത് മാറി നിന്നു. ഈ ഉരൽബദ്ധൻ എന്തൊരു ബദ്ധപ്പാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ 2 മരുത്ത് വൃക്ഷങ്ങൾക്കും നടുവിൽ ഒരു ചെറിയൊരു വിടവുണ്ട്. അതിലൂടെ തൻ്റെ കുഞ്ഞിളം പാദങ്ങൾ ആദ്യം ഉണ്ണി എടുത്തു വെച്ചു. ആ പാദത്തിൽ നിന്നുള്ള ആ പാദധൂളികൾ ആ മരങ്ങളിൽ പെട്ടപ്പോൾ അവർ ഉൾപ്പുളകിതരായി. ആ 2 ആത്മാക്കൾ നളകുപുരം മണിഗ്രീവനും. ഉടനെ ആ ഉരൽ ശക്തിയായിട്ട് ആ വിടവിൽ കൂടെ വലിച്ചെടുത്തപ്പോൾ ആ 2 മരങ്ങളും കടപുഴകി വലിയ ശബ്ദത്തോടുകൂടി വീണു. ആ ശബ്ദം ഭഗവാൻ പിടിച്ചു വെച്ചു. ഇപ്പോൾ ഈ ശബ്ദം ഗോകുലവാസികൾ കേൾക്കേണ്ടതായിട്ടില്ല. ഭഗവാനെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഗോപബാലന്മാർ ഇത് കണ്ടു. അവർ അതിശയിച്ച് നിന്നുപോയി. ആ കടപുഴകി വീണ 2 മരങ്ങൾക്കുള്ളിൽ നിന്ന് വളരെ തേജോമയമായ രൂപമുള്ള 2 ദിവ്യ പുരുഷന്മാർ പുറത്തേക്ക് വന്ന് ഭഗവാനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഭഗവാനോട് നമസ്കരിക്കുന്നുണ്ട്. ആ ഭാഗം കൃഷ്ണ കൃഷ്ണ മഹായോഗി ത്വമാദ്യ പുരുഷ പരഃ വ്യക്താവ്യക്തമിദം വിശ്വം രൂപം തേ ബ്രാഹ്മണ വിദുഃ. കൃഷ്ണ അല്ലയോ കൃഷ്ണ, ആരാണ് ഭവാൻ എന്നാണ് പറയുന്നത്? ആദ്യഃ പുരുഷഃ പരഃ, ആദ്യമുണ്ടായത് ഭഗവാനാണ്. ആ പുരുഷോത്തമനായിരിക്കുന്നത് ശ്രീകൃഷ്ണ അങ്ങ് തന്നെയാണെന്ന് ആരൊക്കെയാ പറഞ്ഞിരുന്നത്? ബ്രാഹ്മണ വിദുഃ, ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നവർ പറഞ്ഞു തന്നിരിക്കുന്നു. വ്യക്താവ്യക്തമിദം വിശ്വം, ഈ വിശ്വത്തിൽ വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും നിലകൊള്ളുന്നതെല്ലാം ഭഗവാൻ തന്നെയാണെന്ന് എല്ലാവരും എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണ. അവിടുന്ന് ത്വമേക സർവഭൂതാനാം ദേഹാസ്വാത്മേന്ദ്രിയേശ്വരഃ ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വരഃ. അവ്യയൻ, വ്യയമില്ലാത്തവൻ. നമുക്ക് എന്തൊക്കെ വ്യയങ്ങളാണ്? കുറച്ച് കഴിഞ്ഞാൽ മുട്ടിന് തേയ്മാനം,
നട്ടെല്ലിന് തേയ്മാനം. ഈ വ്യയങ്ങളൊന്നും ഇല്ലാത്ത അവ്യയനാണ് ഭഗവാൻ. ഈശ്വരഃ ത്വമേവ കാലോ ഭഗവാൻ. ഹേ ഭഗവാൻ, കാലസ്വരൂപിയായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. പക്ഷെ ദേശകാലത്തിന് അതീതനായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ദേഹാസു ആത്മേന്ദ്രിയേശ്വര. ദേഹത്തിന് മാത്രമല്ല, അസു എന്ന് പറഞ്ഞ പ്രാണൻ, പ്രാണേശ്വരൻ ആര്? ശ്രീകൃഷ്ണൻ തന്നെ. ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഇങ്ങനെ ചലിക്കാനുള്ള കാരണം എന്താണ്? ഭഗവാന്റെ കൃപ തന്നെ. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മരജ സത്വതമോമയീ ത്വമേവ പുരുഷോധ്യക്ഷഃ സർവക്ഷേത്രവികാരവിത്ത്. മഹാൻ പ്രകൃതി, അതും ഭഗവാൻ തന്നെ. മഹത്വത്വം എന്ന് പറയുന്നതും അവിടുന്ന് തന്നെ. സത്വരജ തമോ ഗുണങ്ങളായിരിക്കും എല്ലാം കൂടെ ലീനമായിരുന്നു ഭഗവാനിൽ. അതിനുശേഷം ഒരു വികാരമുണ്ടായപ്പോഴാണ് പ്രകൃതീശ്വരി വേറെയായിട്ട് വേറെയും കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടത്. ഗൃഹ്യമാണൈസ്ത്വം അഗ്രാഹ്യോ വികാരൈ പ്രകൃതൈ ഗുണൈഃ കോ നിഹ്വാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃതഃ എന്ന് പറഞ്ഞ് 10 ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് അവരുടെ ഈ നിർവികാരാത്മാവായിരിക്കുന്ന നിർഗുണനായിരിക്കുന്ന ഭഗവാനെയാണ് അവർ സ്തുതിക്കുന്നത്, സഗുണരൂപത്തെ നോക്കിക്കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വലിയ വലിയ തത്വങ്ങളിൽ കൂടെ പറയപ്പെടുന്ന പരമാത്മസ്വരൂപത്തെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സഗുണാരാധനയാവാം. ഉണ്ണിക്കണ്ണനെ പല പല രീതിയിൽ കാണാം. സഖാവായിട്ട് കാണാം, ഭർത്താവായിട്ട് കാണാം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ പതി, നമ്മുടെയൊക്കെ ഈ പ്രാണൻ്റെ പതി, പ്രാണേശ്വരൻ, അങ്ങനെ കാണാം. കുട്ടിയായിട്ട് കാണാം, അതാണല്ലോ അമ്മമാർക്ക് എളുപ്പം. ഉണ്ണിയായിട്ട് കാണാം, ലാളിക്കാം, കൊഞ്ചാം, ശകാരിക്കാം. ഏതെങ്കിലും രീതിയിൽ ഭഗവത് സ്മൃതി ഉണ്ടാക്കാനാണ് ഇത്തരം ലീലകൾ. സ ഭഗവാൻ സർവലോകസ്യ ഭവായ വിഭാവായ ച. വിഭവായ ച ഭവാനാണ്, ഭവായ ച ഭഗവാനാണ്. ഭവിച്ചിരിക്കുന്നതെല്ലാം ഭഗവാനാണ്. അവതീർണോ അംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം. നമഃ പരമകല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. യദുക്കളുടെ പതിയായിട്ട് ഭഗവാൻ ഇവിടെ നിൽക്കുന്നു. യദൂനാം പതയേ നമഃ. ശരിക്ക് പരമകല്യാണൻ ഭഗവാൻ തന്നെ, പരമമംഗളം നൽകുന്നതും ഭഗവാൻ തന്നെ. ബന്ധനസ്ഥനായിരുന്ന ഞങ്ങൾ രണ്ടുപേരും ഈ ബന്ധനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോക്ഷം നൽകിയ പരമകല്യാണകർത്താവും ഭഗവാൻ തന്നെ. എന്നിട്ട് പറയാണ് അവസാനത്തെ ശ്ലോകമായിട്ട്, വാണീ ഗുണാനുകഥനേ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പദയോർനഃ സ്മൃത്യാം ചിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാഃ. ഹേ ഭഗവാനെ, ഈ വാണി എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം. ഈ നാവ് തന്നിരിക്കുന്നത് എന്തിനാണ്? ഈ നാവ് എന്തിനു തന്നിരിക്കണതോ, ഭഗവാനെ കീർത്തിക്കാൻ തന്നിരിക്കുന്ന ഈ നാവ് ഉപയോഗിച്ച് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൂട്ടുന്നത് ഓരോരുത്തരെയും. എന്തൊക്കെ സംസാരം വളരെ ആലോചിച്ച് മാത്രം, വാക്കുകൾ വളരെ ആലോചിച്ച് മാത്രം ഉപയോഗിക്കേണ്ടവയാണ്. പലപ്പോഴും വാക്കുകൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടായിത്തീരുന്നത്. ഈ നാവ് കൊണ്ട് തന്നെ ആവശ്യമില്ലാത്തൊക്കെ ഭക്ഷിച്ചിട്ട് അസുഖങ്ങൾ വരുത്തുന്നതും അതുകൊണ്ട് തന്നെ, ജൽപ്പനങ്ങൾ ചെയ്യുന്നതും ഈ നാവ് കൊണ്ട് തന്നെ. വാണി ഗുണാനുകഥനേ, ഗുണങ്ങൾ, ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുവാനായിട്ട് ഈ നാവിന് സദാ സാധിക്കണേ ഗുരുവായൂരപ്പ. ശ്രവണോ കഥായാം, 2 ചെവികളും തന്നിട്ടുണ്ട്, അടപ്പൊന്നുമില്ല. കണ്ണിനാണെങ്കിൽ അടപ്പുണ്ട്. ഈ 2 കാത് നല്ലോണം തുറന്നു വെച്ച് തന്നിരിക്കുക ഭഗവാൻ. എന്തിനാണ്?
ശ്രവണൗകഥായാം, കഥകൾ കേൾക്കാനായിട്ട് ഭഗവാന്റെ കഥകൾ ഉള്ളിൽ പോയിട്ട് ആ മനസ്സിൽ അത് പോയി ഇരുന്നിട്ട് അവിടുത്തെ കൽമഷമൊക്കെ തുടച്ചു നീക്കപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ശ്രവണങ്ങൾ തന്നിരിക്കുന്നത്, ഈ ശ്രവണേന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത് തന്നെ. അതാണ് നാരായണീയത്തിലും ഭട്ടതിരിപ്പാട് പറയുന്നത്, ത്വദ്ഭക്തിസ്തു കഥാരസാമൃതജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവി മക്ലേശതസ്തൻവതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം വാതാലയാധീശ്വര. ഹേ വാതാലയാധീശ്വര, ആ പ്രേമ പ്രൗഢിരസം വരണം. ഭഗവാന്റെ കഥകൾ വെറുതെ കേട്ടിട്ട് കാര്യമില്ല, അതിൽ പറയുന്നവ ഉൾക്കൊണ്ട് അത് മനനം ചെയ്ത് ആ ഭക്തിഭാവം മനസ്സിൽ നിറയ്ക്കാൻ സാധ്യമാകണം. ശ്രവണൗകഥായാം ഹസ്തോ ച കർമ്മസു, ഭഗവാനുള്ള സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഈ രണ്ട് കൈകൾക്കും തരണം. മനസവ പാദയോർനഃ, മനസ്സുകൊണ്ട് ഭഗവാനെ പ്രണമിച്ചുകൊണ്ടേയിരിക്കണം. ഏത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ, ഈ ദേഹം, ഈ മനുഷ്യ ശരീരം നീ തന്നത് എത്രയോ 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 ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്നതാണെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ഈ മനുഷ്യദേഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ആത്മാവായിട്ടിരിക്കുന്ന നിന്നെ അറിയാനുള്ള ഭാഗ്യം തരണേ. സ്മൃത്യ, ഈ സ്മൃതി എങ്ങനെ ആയിരിക്കണം? ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കുവാൻ ഈ സ്മൃതിക്ക് സാധിക്കണം. ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ, ഭഗവാന്റെ ജഗത്തിൽ ഭഗവാൻ സന്നിഹിതനായിരിക്കുന്ന ഈ ഭാഗവത സത്രങ്ങളൊക്കെ നടക്കുന്ന വേദിയിൽ ഭഗവാൻ സദാ സന്നിഹിതനായിരിക്കും. തൻ്റെ ഭക്തന്മാരുടെ അതീവ വാത്സല്യമുള്ള ഭഗവാനാണ്. എല്ലാ കാര്യങ്ങളും നമ്മളെക്കൊണ്ട് നടത്തുവാനുള്ള ശക്തി തന്നുകൊണ്ട് ദയാവായ്പോടുകൂടെ ഇരിക്കുന്നത്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലെത്തിയാൽ പ്രണാമേ ജഗത് പ്രണാമേ ദൃഷ്ടി സദാ ദർശനേസ്തു ഭവത്തനൂനാം. പിന്നെ സജ്ജനങ്ങളെ കാണുമ്പോൾ, സദ്ഗുണമുള്ളവരെ കാണുമ്പോൾ, മഹാത്മാക്കളെ കാണുമ്പോൾ അവരൊക്കെ ഭഗവാൻ തന്നെയാണ്, വേറെ വേറെ ശരീരം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നുവെന്ന് മാത്രം എന്ന് കരുതി നമസ്കരിക്കാനുള്ള ബുദ്ധി വൈഭവവും ഞങ്ങൾക്ക് തരണേ എന്നാണ് നളകൂപര മണിഗ്രീവന്മാർ ഭഗവാനെ സ്തുതിച്ച് പറഞ്ഞത്. ഇത് നമുക്കും ബാധകമാണ്. നമ്മുടെ വാണി എങ്ങനെ ഉപയോഗിക്കണം? ശ്രവണങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഹസ്തങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള വലിയ വലിയ തത്വങ്ങളാണ് ചെറിയൊരു ശ്ലോകത്തിലൂടെ ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചത്. ആരെക്കൊണ്ട്? ഈ കുബേരപുത്രന്മാരെ കൊണ്ട്. ഭഗവാന്റെ കഴിവാണല്ലോ എല്ലാം. അങ്ങനെ നമസ്കരിച്ച ശേഷം നളകൂപര മണിഗ്രീവന്മാർ യക്ഷന്മാരുടെ ലോകത്തിലേക്ക് അങ്ങനെ മറഞ്ഞുപോയി. അതിനുശേഷമാണ് ആ രണ്ട് മരങ്ങളും കടപുഴകി വീണ വലിയൊരു ശബ്ദം അമ്പാടിയിൽ മുഴുവൻ പ്രതിധ്വനിച്ചത്. ഗോകുലവാസികൾ അത് കേട്ട് 4 വശത്തൂടെ അവിടെ വന്നു. ഇവിടെ എന്താ ഇത്ര വലിയ ശബ്ദം? കൊടുങ്കാറ്റൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ 2 ബൃഹത് വൃക്ഷങ്ങൾ ഇങ്ങനെ കടപുഴകി വീണു? ഉണ്ണിയുടെ മേലൊന്നും വീണില്ലല്ലോ. ഉടനെ നന്ദഗോപർ അവിടെ എത്തി. അതിരിക്കട്ടെ, ആരാ ഉണ്ണിയെ കെട്ടിയത്? ഒരലില് ഉണ്ണിക്കുട്ടൻ പറഞ്ഞ് വിരലും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ അമ്മ. എന്നിട്ട് അമ്മയെ നോക്കി. അച്ഛൻ ഇപ്പം അമ്മയെ ശകാരിക്കും, എന്നിട്ടിങ്ങനെ കെട്ടിയിട്ടില്ലേ എന്നുള്ള നോട്ടത്തിലാണ് ഉണ്ണി. അപ്പോൾ നന്ദഗോപർ വന്ന് മെല്ലെ ഉരലിൽ നിന്ന് കെട്ടഴിച്ചു. പ്രകൃതി കെട്ടുന്ന കെട്ടുകളിൽ നിന്ന് മുക്തരാകണമെങ്കിൽ പുരുഷോത്തമനെ നമ്മൾ ആശ്രയിക്കണം. ഇത്ര വലിയ തത്വമാണെന്ന് നോക്കൂ. മായയാകുന്ന ഈ സംസാരത്തിൽ പലവിധം കെട്ടുകളിൽപ്പെട്ടിരിക്കുന്ന നമുക്ക് മുക്തി കിട്ടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതാണ് ഇവിടെ കെട്ടുക, കെട്ടഴിക്കപ്പെടുക, കെട്ടപ്പെടാനായിട്ട് ഉണ്ണി നിൽക്കുക, കെട്ടാൻ പറ്റാതെ
വ്യാകുലപ്പെടുക. ഈ മഹത്തായ ലീലകളിലൂടെ ഭഗവാൻ എത്ര വലിയൊരു തത്വത്തെയാണ് ബോധിപ്പിച്ചു തരുന്നത് എന്ന് നോക്കുക. ഉണ്ണി വേഗം നന്ദഗോപുരം എടുത്തപ്പോൾ തോളത്ത് കയറിയിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ ചെവിയിൽ പറഞ്ഞു, ഉണ്ണിക്ക് വെണ്ണ വേണം. ഉണ്ണിക്ക് അതാണ് ചിന്ത. എന്താണ് ഈ വെണ്ണ? നമ്മുടെ മനസ്സിൽ നിറയുന്ന ഭക്തി തന്നെയാണ് ഉറഞ്ഞുറഞ്ഞു വരണം അത്രേ. അതിന് നല്ല പാല് കാച്ചിട്ട് വേണ്ടേ ഉറയൊഴിക്കാൻ? പിരിഞ്ഞ പാലുകൊണ്ടോ ഉറയിച്ചാൽ നന്നാവോ? നമ്മ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റില്ല എന്ന്. അപ്പം നമ്മുടെ മനസ്സിനെ നൈർമല്യമായിട്ട് നിർമ്മലമാക്കിയിട്ട് പാല് പോലെ വെളുത്തായിരിക്കണം അത്രേ. എന്നിട്ട് അതിനെ സംസ്കരിച്ചെടുക്കണമല്ലോ. ആ സംസ്കാരം എങ്ങനെ കൊണ്ടുവരണം? നാരായണീയം ജപിച്ചിട്ടും ഭാഗവതം വായിച്ചിട്ടും നാമസങ്കീർത്തനങ്ങൾ ചൊല്ലിയും നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറിയിട്ടും ആ സംസ്കാരം, ഒരു സംസ്കാര ക്രിയയിലൂടെയാണ് ആ കാച്ചിവെച്ച പാല് നമ്മൾ ഉറയൊഴിച്ച് തണുത്ത് അത് ഉറയൊഴിക്കണത്. അതുപോലെ ഈ വക ചിന്തകളൊക്കെ കൊണ്ട് നമ്മുടെ മനസ്സാകുന്ന ആ പാലിനെ ഉറയൊഴിക്കാം. എന്നിട്ടത് കടയണമല്ലോ, വേണം. കടയാനായിട്ട് ഒരു ഭാഗത്ത് നമുക്ക് ജ്ഞാനം, മറ്റേ ഭാഗത്ത് വൈരാഗ്യം. ആ ജ്ഞാനവൈരാഗ്യങ്ങൾ കൊണ്ട് നാമസങ്കീർത്തനമാകുന്ന കടകോലുകൊണ്ട് കടയുക. കടഞ്ഞ് വരുമ്പോൾ അവിടെ നിന്നും വെണ്ണയാവുന്ന ഭക്തി ഇങ്ങനെ വരും. വെണ്ണയുടെ സ്വഭാവം എന്താണ്? ഉരുകും. കണ്ണൻ്റെ കഥകൾ കേട്ടാലും കണ്ണനെക്കുറിച്ചുള്ള പാട്ടുകൾ കേട്ടാലും അവനവൻ സ്വയം മറന്നങ്ങനെ ലയിച്ച് ഉരുകിപ്പോവാനുള്ള മനസ്സുണ്ടാവുക. അതാണ് ഭഗവത് പ്രാപ്തിക്ക് ഏറ്റവും ഉത്തമമായത്. ഈ ലീല ഇവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് സശ്രദ്ധം ശ്രവിച്ച എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ തന്നെ പല രൂപങ്ങളാണല്ലോ എന്നോർത്ത് അനന്തകോടി പ്രഭയുള്ള വിഭൂതിയുള്ള ഭഗവാനെ നമസ്കരിച്ചു കൊള്ളുന്നു. വിൽവമംഗലം സ്വാമിയാർ ഗോവിന്ദ ദാമോദര സ്തോത്രം എന്നൊരു രചിച്ചിട്ടുണ്ട്. അതിൽ ഗൃഹേ ഗൃഹേ ഗോപവധൂകദംബാഃ സർവേ മിളിത്വാ സമവായ യോഗേ പുണ്യാനി നാമാനി പഠന്തി നിത്യം ഗോവിന്ദ ദാമോദര മാധവേതി. ഗൃഹേ ഗൃഹേ ഗോപവധൂക്കളെല്ലാം അവരവരുടെ ഗൃഹങ്ങളിൽ കദംബാഹ കൂടി നിന്നിട്ട് എല്ലാവരും ഒത്തുചേരുമ്പോൾ, എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ എന്താ പറയുന്നത്? പുണ്യാനി നാമാനി, ഭഗവാന്റെ പുണ്യനാമങ്ങൾ ദിവസം 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 ദിനം പ്രതി അവർ പാടാറുണ്ട്. എങ്ങനെയാ പാടുന്നത്? ഗോവിന്ദ ദാമോദര മാധവ ഇതി. നമുക്കും പറയാം. ഗൃഹേ ഗൃഹേ ഗോപവധൂകദംബാഃ സർവേ മിളിത്വാ സമവായ യോഗേ പുണ്യാനി നാമാനി പഠന്തി നിത്യം ഗോവിന്ദ ദാമോദര മാധവേതി. 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 നാവ് തന്നിട്ടെന്താ? നാവ് തന്നാൽ സദൈവ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ സാധിക്കണം. ജിഹ്വേ സദൈവ ഭജ സുന്ദരാനി നാമാനി കൃഷ്ണസ്യ മനോഹരാണി സമസ്ത ഭക്താർത്തി വിനാശനാനി. ഗോവിന്ദ ദാമോദര മാധവേതി. ഗോവിന്ദ ദാമോദര മാധവേതി. ഗോവിന്ദ ദാമോദര മാധവേതി. ഗോവിന്ദ ദാമോദര മാധവേതി. ഗോവിന്ദ ദാമോദര മാധവേതി.
ശ്രീനാഥ വിശ്വേശ്വര വിശ്വമൂർത്തേ ശ്രീദേവകീ നന്ദന ദൈത്യശത്രോ ജിഹ്വേ പിബസ്വാമൃതമേതദേവ ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി. ജിഹ്വേ പിബസ്വ അമൃതമേതദേവ. ഈ ജിഹ്വ കൊണ്ട്, നാവ് കൊണ്ട് സദാ ഈ അമൃതപാനം ചെയ്യാനാവണം. ഭഗവാന്റെ നാമങ്ങളാകുന്ന അമൃതത്തുള്ളികൾ ഉൾക്കൊള്ളാനാവണം. ഗോപീപതേ കംസരിപോ മുകുന്ദ ലക്ഷ്മീപതേ കേശവ വാസുദേവ ജിഹ്വേ പിബസ്വാമൃതമേതദേവ ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി. ഭഗീഭഗാഘാസുരധേനുകരേ കേശീ തൃണാവർത്ത വിഘാദദക്ഷ ജിഹ്വേ പിബസ്വാമൃതമേതദേവ ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി. നാരായണാനന്ദ ഹരേ നൃസിംഹ പ്രഹ്ലാദ ബാധാഹര ഹേ കൃപയ ജിഹ്വേ പിബസ്വാമൃതമേതദേവ ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ജിഹ്വേ പിബസ്വാമൃതമേതദേവ ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി ഗോവിന്ദ ദാമോദര മാധവേതി. ഇങ്ങനെ നാമം ജപിച്ച് ജപിച്ച് ഭഗവാൻ ഉണ്ണിക്കണ്ണനെ നമ്മുടെ ഹൃദയമാകുന്ന ആ ഹൃദയഗ്രന്ഥിയിൽ ഭഗവാനെ കെട്ടിയിടാൻ പറ്റട്ടെ. നമുക്കൊക്കെ ഭക്തിയാകുന്ന കയറ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പിരിച്ച് 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 കർമാവസാന സമയേ സ്മരണീയമാഹു. ഈ കർമ്മങ്ങളൊക്കെ എപ്പോഴാണ് ഗുരുവായൂരപ്പ തീരുക എന്ന് ഗുരുവായൂരപ്പന് മാത്രമേ നിശ്ചയമുള്ളൂ. അന്തേ നാരായണ സ്മൃതി വേണമെന്നാണല്ലോ പറഞ്ഞ് ഭാഗവതം വായിക്കുന്നത്. ആ കാലം എപ്പോഴാണെന്നറിയില്ല, നിഴല് പോലെ അത് പിന്നാലെ ഉണ്ടെന്ന് മാത്രം. ആ കാലത്ത് ഭഗവാനെ സ്തുതിക്കണമെന്ന് പറഞ്ഞാൽ സ്തുതിക്കാൻ നാവിന് ശക്തി ഉണ്ടാകുമോ? ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉണ്ടായാൽ ഭാഗ്യം. സ്മൃതി എങ്ങനെയായിരിക്കും പറയാൻ സാധിക്കില്ല. അവനവൻ്റെ കുട്ടികളെ കണ്ടാൽ തന്നെ തിരിച്ചറിയാത്ത സ്ഥിതിയായിരിക്കും. അങ്ങനെ ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തി നശിക്കുമ്പോൾ ആ വാസന അവിടെ ഉണ്ടാവും അത്രേ.
സൂക്ഷ്മ ശരീരം അതും കൊണ്ടാണല്ലോ പോകുന്നത്. ആ വാസന ഉറച്ചു കിട്ടണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലാനായിട്ട് പരമകല്യാണ പരമമംഗള എന്ന് പറഞ്ഞ് ഭാഗവതത്തിൽ ഇത്തരത്തിൽ സ്തുതികളൊക്കെ തന്നിരിക്കുന്നത്. ഭാഗവതത്തിലാകും കുറേ അധികം സ്തുതികൾ നമുക്ക് കാണാം. ഈ സ്തുതികളിലൂടെ എന്താണ് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ സർവചരാചരത്തിലും നിലകൊള്ളുന്ന ഭഗവാനെ തിരിച്ചറിയുക. ഈ ഭഗവാൻ തന്നെയാണ് സൂക്ഷ്മമായിരിക്കുന്ന ജീവാത്മാവായിട്ട് ഓരോരുത്തരിലും അന്തർലീനമായിട്ട് നിലകൊള്ളുന്നത്. ഈ ജീവാത്മാ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നടക്കാനും ഇരിക്കാനും പറയാനും കേൾക്കാനും പ്രവർത്തിക്കാനും ശക്തി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സ്തുതികളിലൊക്കെ ആ പരമാത്മ തത്വത്തെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത്തം സങ്കീർത്തനസ്താഭ്യാം ഭഗവാൻ ഗോകുലേശ്വര അങ്ങനെ ദാംന ചോലൂഖലേ ബദ്ധ പ്രസന്ന ഗുഹ്യകൗ. ഭഗവാന്റെ ഈ അനുഗ്രഹത്തിലൂടെ മുക്തന്മാരായിട്ട് നളഗ്രീവ മണിക്കൂബരന്മാർ പോകുന്നത് എല്ലാവർക്കും ഒന്നും ദൃശ്യമായില്ല. ഭഗവാന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് തങ്ങൾക്ക് എന്തു വന്നാലും ഭഗവാനെ വിട്ടു പോകുന്നില്ല. അവർക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കളിക്കാമായിരുന്നു. എങ്കിലും തങ്ങൾ കളിക്കുമ്പോൾ ഭഗവാനിൽ ദൃഷ്ടി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് മാത്രം കാണാൻ സാധിച്ചു. അവരിങ്ങനെ പറഞ്ഞതുപോലും മറ്റു ഗോകുലവാസികൾ ആദ്യം വിശ്വസിച്ചതേയില്ല. ചിലർക്ക് കുറച്ച് വിശ്വാസമുണ്ടായി. എന്നാലും ഇത്തരത്തിൽ ഉണ്ണിക്ക് പല പല ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ അമ്പാടിയിൽ. അതുകൊണ്ട് ഇനി ഗോകുലത്തിൽ നിൽക്കണ്ട, എല്ലാവരും ഇവിടെ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകാം എന്ന് കരുതിയിട്ടാണ് അടുത്ത ലീലകളൊക്കെ സംഭവിക്കുന്നത് വൃന്ദാവനത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഗോപാനന്ദാദയ ശ്രുത്വാ ദ്രുമയോഹോ പതതോരവം. വലിയൊരു ശബ്ദത്തോട് കൂടിയിട്ടാണ് ആ രണ്ട് മരങ്ങൾ കടപുഴകി വീണത് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ഉണ്ണിക്ക് നല്ലതല്ല, ഉണ്ണിയുടെ ജീവൻ അപകടത്തിൽപ്പെടുന്നു എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് എല്ലാവരും ഗോകുലം വിട്ട് വൃന്ദാവനത്തിലേക്ക് യാത്രയായത്. ബന്ധങ്ങളൊക്കെ ജലരേഖകളാണെന്ന് ഒരാൾ പാടിയിട്ടുണ്ടല്ലോ. ഈ ബന്ധനങ്ങളാണെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. അങ്ങനെ ബന്ധനസ്ഥനായി ഇരുന്നു കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ബന്ധനങ്ങൾക്കാണ് നമ്മൾ മോഹിക്കുന്നത്. ഉണ്ണി ഉണ്ടായിട്ട് അതിന് വേളി കഴിപ്പിച്ച് അതിലൊരു ഉണ്ണി ഉണ്ടായിട്ട് അവന് LKGയിൽ അഡ്മിഷൻ കിട്ടി. അതുതന്നെ വലിയ പാടാ. അവൻ 12ാം ക്ലാസ് എത്തുമ്പോഴേക്കും മുത്തശ്ശിക്ക് നാമം ചൊല്ലാൻ പോലും സമയമില്ല. ഏതു നേരവും വേവലാതിയാണ്. 12ാം ക്ലാസ് പാസ്സായിട്ട് അഡ്മിഷൻ കിട്ടുമോ എൻജിനീയറിങ്ങിന്, അല്ല മെഡിക്കലിലോ, ഇത് 2 ചിന്തയേ ഉള്ളൂ. കുട്ടികളിൽ ഈ നാമജപം സംസ്കാരം വളർത്തണം. എന്നാൽ മാത്രമേ ഈ ജന്മം എടുത്തിട്ട് തന്നെ പ്രയോജനമുള്ളൂ എന്നുള്ള വലിയ വലിയ തത്വങ്ങളൊക്കെ ഭഗവത് ലീലകളിലൂടെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഭാഗവതത്തിൽ. ഈ ഭാഗവതം വായിക്കാനും അതിൽ നിന്ന് 5-6 ശ്ലോകങ്ങൾ പറയാനും സാധിച്ചാൽ തന്നെ ജീവിതം ധന്യമായി എന്ന് കൂട്ടിക്കൊള്ളുക. അപ്പോൾ ഇത്ര വലിയൊരു സത്രവേദിയിൽ വന്നിട്ട് ഈ തത്വങ്ങളൊക്കെ അപഗ്രഥനം ചെയ്ത് പറയപ്പെടുന്ന ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു അനുഗ്രഹവും നമുക്ക് വന്നത് ജന്മാന്തര പുണ്യം എന്ന് തന്നെ വേണം പറയാൻ. കേൾക്കുന്നവർക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ണിയിൽ രതി ഉണ്ടാവട്ടെ, ഭക്തി ഉണ്ടാവട്ടെ, ഭക്തിഭാവം സദാ നിഴലിച്ചു നിൽക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. യോഗീന്ദ്രാണാം തുതങ്കേഷ്വധിക സുമധുരം മുക്തിഭാജാനിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ
പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാന പ്രതിശതു വരമാനന്ദ സന്തോഹലക്ഷ്മി പ്രതിശതു വരമാനന്ദ സന്തോഹലക്ഷ്മി ജീവൻ മുക്തന്മാരുടെ വാസസ്ഥലമായിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ നമുക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നാരായണ ജയ 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 നാരായണ ജയ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീ മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.